സെറയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് യൂണിറ്റ് ആണ്. ആദ്യത്തെ 2 യൂണിറ്റ് എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തേർഡ് യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും കണ്ടിന്യൂറ്റി ആണ്. സോ കണ്ടിന്യൂറ്റി നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. നമുക്ക് മിക്ക തിയറംസും വിഷ്വലി കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ പഠിക്കുന്ന തിയറംസ് ഒക്കെ നിങ്ങൾ ഗ്രാഫായിട്ടോ അല്ലെങ്കിൽ വിഷ്വലി ഇമാജിൻ ചെയ്ത് നോക്കാം. നമുക്ക് പോർഷനിലേക്ക് പോവാം. കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് എന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കും. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് പേപ്പറിൽ നിന്നും പെന്ന് എടുക്കാൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഗ്രാഫ് വരച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ കണ്ടിന്യൂറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തിയറമാണ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. സോ നമുക്ക് ആദ്യം തിയറം എന്താണെന്ന് നോക്കാം. ലെറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി. സോ നമ്മുടെ എഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ക്ലോസ് ഇന്റർവൽ എ ബിയിലാണ്. ക്ലോസ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. സപ്പോസ് ദാറ്റ് there exists a number c such that f of a less than c less than f of b or f of a greater than c greater than f of b, then there exists some point x naught in open interval a b such that f of x naught equal to c. സോ ഈ തിയറം നമ്മൾ ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് പഠിക്കുന്നതിന് പകരം നമ്മൾ ഇത് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ഗ്രാഫിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ നമുക്ക് ഈ തിയറത്തിന്റെ ഗ്രാഫ് വരച്ച് നോക്കാം. എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി. സോ നമ്മൾക്ക് ക്ലോസ് ഇന്റർവൽ എ ബിയിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇന്റർവൽ എ ബി മാർക്ക് ചെയ്യുന്നു. സോ ക്ലോസ് ഇന്റർവൽ എ ബി ഈ ഇന്റർവെലിനുള്ളിൽ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. സോ ഈ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ ആണ് എന്റെ എഫ് ഓഫ് എ എന്ന് പറയുന്നത്. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ ആണ് എഫ് ഓഫ് ബി എന്ന് പറയുന്നത്. സോ ഞാൻ ആർബിട്രറി ആയിട്ട് 2 പോയിന്റ് മാർക്ക് ചെയ്യുന്നു, എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി. ഓക്കെ, അതായത് ഈ പോയിന്റ് എന്ന് പറയുന്നത് എ കോമ എഫ് ഓഫ് എ ആയിരിക്കും, ഇത് ബി കോമ എഫ് ഓഫ് ബി ആയിരിക്കും. ഇനി എന്താണ് പറയുന്നത്? there exists some number c such that satisfying this condition. അതായത് എഫ് ഓഫ് എ ലെസ് ദാൻ സി ലെസ് ദാൻ എഫ് ഓഫ് ബി. അതായത് എഫ് ഓഫ് എ എഫ് ഓഫ് ബി യേക്കാൾ ചെറുതാണ്, അതിനിടയിൽ ഒരു പോയിന്റ് ആണ് നമ്മുടെ സി എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ നോക്കുന്നത്, അതായത് എഫ് ഓഫ് എ ലെസ് ദാൻ സി ലെസ് ദാൻ എഫ് ഓഫ് ബി. അതായത് എഫ് ഓഫ് ബി യേക്കാളും ചെറുതാണ് എഫ് ഓഫ് എ. എഫ് ഓഫ് ബിയുടെയും എഫ് ഓഫ് എയുടെയും ഇടയിലുള്ള പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ there exists some point x naught in open interval a b. ഓപ്പൺ ഇന്റർവൽ എ ബി നമുക്ക് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റ് എക്സ് നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി. അതായത് നമുക്ക് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഒരു പോയിന്റ് എക്സ് നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, സച്ച് ദാറ്റ് അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് സി ആയിരിക്കും. സോ നമുക്ക് വിഷ്വലി നോക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ക്ലോസ് ഇന്റർവൽ എ ബിയിൽ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. സോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കേവ് വരക്കുന്നു. ഇതാണ് എന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ സി എന്ന് പറയുന്ന പോയിന്റ് എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ സിയിൽ നിന്നും ഈ ഗ്രാഫിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഹൊറിസോണ്ടൽ ലൈൻ വരക്കുന്നു, താഴോട്ടേക്ക് വെർട്ടിക്കൽ ലൈൻ വരക്കുന്നു. സോ ഈ വെർട്ടിക്കൽ ലൈൻ എക്സ് ആക്സിൽ എവിടെയാണ് മുട്ടുന്നത്? അതാണ് നമ്മുടെ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ്. സോ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ, ക്ലോസ് ലേബിൾ കണ്ടിന്യൂസ് ആണെങ്കിൽ സി എന്ന് പറയുന്നത് ഈ എൻഡ് പോയിന്റ്സ് ആയിട്ടുള്ള എയുടെയും ബിയുടെയും എൻഡ് പോയിന്റ്സിന്റെ ഇമേജസ്, അതായത് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും. എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയിലുള്ള ഒരു പോയിന്റ് ആണ് സി എങ്കിൽ നമുക്ക് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് നോട്ട്, അതായത് ഒരു പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി. അതായത് എക്സ് നോട്ടിന്റെ ഇമേജ് എന്തായിരിക്കും? സി ആയിരിക്കും. സോ ഇതാണ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന് പറയുന്നത്. പ്രോബ്ലം ഷോ ദാറ്റ് there exists a number x naught such that x raised to 5 minus x naught equal to 3. അതായത് നമുക്കൊരു നമ്പർ എക്സ് നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, സച്ച് ദാറ്റ് സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ. സോ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയർ ആണ്. സോ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് നോട്ട് റേസ് ടു 5 മൈനസ് എക്സ് നോട്ട് ആണ്. അതുകൊണ്ട് ഞാൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 5 മൈനസ് എക്സ്. ഇനി ഞാൻ എഫ് ഓഫ് 0 കണ്ടുപിടിക്കാം. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 റേസ് ടു 5 മൈനസ് 0, അതെന്താണ്? 0 ആണ്. എഫ് ഓഫ് 1 കണ്ടുപിടിക്കാം. എഫ് ഓഫ് 1 എനിക്ക് അഗെയിൻ 0 ആണ് കിട്ടാം. എഫ് ഓഫ് 2 കണ്ടുപിടിക്കാം. എഫ് ഓഫ് 2 30 കിട്ടി. ഇനി നമ്മൾ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയർ അപ്ലൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഗ്രാഫ് വരച്ച് നോക്കാം. ആദ്യം എന്റെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നതും 0 ആണ്. എക്സ് വാല്യൂ 2 ആവുന്ന സമയത്ത്
എന്റെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സോ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം പ്രകാരം നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 3 എന്ന് പറയുന്നത് 0ക്കും 30ക്കും ഇടയിലാണ്. സോ നമ്മുടെ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്താണ്? എഫ് ഓഫ് എ ലെസ് ദാൻ സി ലെസ് ദാൻ എഫ് ഓഫ് ബി ആണെങ്കിൽ, അല്ലെങ്കിൽ എഫ് ഓഫ് ബി ലെസ് ദാൻ സി ലെസ് ദാൻ എഫ് ഓഫ് എ ആണെങ്കിൽ, അത് സി എന്ന് പറയുന്ന പോയിന്റ് എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും ഇടയിലാണെങ്കിൽ നമുക്കൊരു പ്രീ ഇമേജ് കിട്ടുമെന്നാണ് പറയുന്നത്. സോ നമ്മൾക്ക് 3 എന്ന് പറയുന്നത് 0ക്കും 30ക്കും ഇടയിലുള്ള പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് നോട്ട് കിട്ടും, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 3. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 5 മൈനസ് എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് റേസ് ടു 5 മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു 3. സോ നമുക്ക് എന്താണ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം പ്രകാരം നമുക്ക് അങ്ങനെ ഒരു എക്സ് നോട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം സെക്കൻഡ് വേർഷൻ. സോ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെഫിനേഷൻ ബൈ ഹാർട്ട് പഠിക്കുന്നതിന് പകരം വിഷ്വലൈസ് ചെയ്ത് നോക്കാം. സോ എഫ് ഈസ് എ ഫംഗ്ഷൻ വിച്ച് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി. സോ നമ്മൾ ഇന്റർവൽ ആദ്യം മാർക്ക് ചെയ്യാം, ക്ലോസ് ഇന്റർവൽ എ ബി. സോ എ ബി, ഇതാണ് എന്റെ ഇന്റർവൽ ക്ലോസ് ഇന്റർവൽ എ ബി. ഈ ക്ലോസ് ഇന്റർവൽ എ ബിയിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ എയുടെ കറസ്പോണ്ടിങ് ഇമേജ് ആണ് എഫ് ഓഫ് എ, ബിയുടെ കറസ്പോണ്ടിങ് ഇമേജ് ആണ് എഫ് ഓഫ് ബി. സോ ഇതാണ് എന്റെ എ എഫ് ഓഫ് എ എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് ബി എഫ് ഓഫ് ബി എന്ന് പറയുന്ന പോയിന്റ്. സോ ഇതിൽ എന്റെ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ്, സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ് ഇന്റർവൽ എ ബി. അതായത് ഈ ക്ലോസ് ഇന്റർവൽ എ ബിയിലുള്ള ഏത് പോയിന്റ് എടുത്താലും എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും സി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ അതായത് നമുക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാം, ഇഫ് എഫ് ഓഫ് എ ലെസ് ദാൻ സി, എന്റെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എയുടെ വാല്യൂ ഇതാണെന്ന് വിചാരിക്കും, ഇതാണ് എഫ് ഓഫ് എ. സി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഇവിടെ എടുക്കുന്നു, ഇതാണ് എന്റെ സി എന്ന് പറയുന്ന പോയിന്റ്. ഇഫ് എഫ് ഓഫ് എ ലെസ് ദാൻ സി എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് എഫ് ഓഫ് എ ലെസ് ദാൻ സി. ഇവിടെ എന്താണ്? എഫ് ഓഫ് എ ലെസ് ദാൻ സി ആണ്. ദെൻ എഫ് ഓഫ് ബി ഓൾസോ ലെസ് ദാൻ സി. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ബിയും സിയേക്കാളും ചെറുതാണെന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. അഥവാ സിയേക്കാളും വലുതാണെന്ന് വിചാരിക്കാം. അതായത് ഇവിടെയാണ് എഫ് ഓഫ് ബി, ബി എഫ് ഓഫ് ബി എന്ന് പറയുന്ന പോയിന്റ് ഇതാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം, എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് കേർവ് വരക്കാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ ഒരു കണ്ടിന്യൂസ് കേർവ് വരക്കുന്ന സമയത്ത് നമ്മുടെ കേർവ് എന്ന് പറയുന്നത് ഈ സി എന്ന് പറയുന്ന ലൈനിൽ ടച്ച് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു പോയിന്റ് കിട്ടും. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ എക്സ് നോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി എന്ന് കിട്ടും. അതായത് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് എ ബി എന്ന ഇന്റർവെലിനുള്ളിലാണ്. മാത്രമല്ല എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും കിട്ടും? സിയും കിട്ടും. പക്ഷെ നമ്മുടെ കണ്ടീഷൻ എന്താണ്? എ ബി എന്ന ഇന്റർവെലിലുള്ള ഏത് പോയിന്റ് എടുത്താലും അവിടെ എഫ് ഓഫ് എക്സ് ഒരിക്കലും സി ആവാൻ പാടില്ല. സോ നമ്മൾക്ക് എഫ് ഓഫ് എന്ന് പറയുന്നത് സിയേക്കാളും ചെറുതാണെങ്കിൽ, താഴെയാണെങ്കിൽ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താവും? സിയേക്കാളും താഴെയാവുള്ളൂ. അഥവാ മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സി എന്ന് പറയുന്ന ലൈനും നമ്മുടെ ഗ്രാഫും ടച്ച് ചെയ്യും. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ഒരു എക്സ് നോട്ട് കിട്ടും. ആ എക്സ് നോട്ടിന്റെ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സി ആയിരിക്കും. സോ എഫ് ഓഫ് എന്ന് പറയുന്നത് സിയേക്കാളും ചെറുതാണെങ്കിൽ എഫ് ഓഫ് ബി എന്തായിരിക്കും? സിയേക്കാളും താഴെയാണ് വരിക. അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് പറയാം, എഫ് ഓഫ് എ എന്ന് പറയുന്നത് സിയുടെ മുകളിലാണ് വരുന്നതെങ്കിൽ എഫ് ഓഫ് ബിയും സിയുടെ മുകളിലായിരിക്കും വരിക. എന്തുകൊണ്ടാണ്? എഫ് ഓഫ് ബി അഥവാ സിയുടെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ പറഞ്ഞത് പ്രകാരം നമ്മുടെ കേർവും നമ്മുടെ സി എന്ന് പറഞ്ഞ ലൈനും ടച്ച് ചെയ്യും. അപ്പൊ നമുക്കൊരു എക്സ് നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ ഇതാണ് സെക്കൻഡ് വേർഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. നെക്സ്റ്റ്, ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസ്. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയാം, ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയാം. സോ ഡെഫിനിഷൻ ഓഫ് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. സോ ഇഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എക്സ് നോട്ട്, അതായത് നമ്മൾ ഓപ്പൺ ഇന്റർവൽ എ ബിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. സോ എ ലെസ് ദാൻ എക്സ് നോട്ട്, അതായത് എക്സ് എന്ന് പറയുന്നത് എക്സ് നോട്ടിനേക്കാളും ചെറുതാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഇമേജസും ആ ഒരു ഓർഡർ ഫോളോ ചെയ്യണം. അതായത് എക്സ് നോട്ടിനേക്കാളും ചെറുതാണെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ടിനേക്കാളും ചെറുതായിരിക്കണം.
അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം? ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാം. നമ്മളൊരു ഗ്രാഫിക്കിൽ നമുക്കത് മാർക്ക് ചെയ്ത് നോക്കാം. ഗ്രാഫിക്കിൽ നോക്കുന്ന സമയത്ത് 2 പോയിന്റ്സ് നമുക്ക് വേണം, എക്സും എക്സ് നോട്ടും. സോ ഞാൻ 2 പോയിന്റ് മാർക്ക് ചെയ്യുന്നു, എക്സ് എക്സ് നോട്ട്. ഇനി എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ആണ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. സോ എനിക്ക് എക്സ് ലെസ് ദാൻ എക്സ് നോട്ട്, അതാണ് എന്റെ കണ്ടീഷൻ. ഇവിടെ കറക്റ്റ് ആണ്, എക്സ് എന്ന് പറയുന്നത് എക്സ് നോട്ടിനേക്കാളും ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ്, നമ്മൾ ഈ ഒരു കണ്ടീഷൻ എടുത്ത് നോക്കാം. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് ആണെങ്കിൽ, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എക്സ് നോട്ട് ആവുന്ന രീതിയിൽ നമുക്ക് വരച്ചു നോക്കാം. ഇവിടെയാണ് ഞാൻ എഫ് ഓഫ് എക്സ് എടുക്കുന്നത്, ഇവിടെയാണ് എഫ് ഓഫ് എക്സ് നോട്ട് എടുക്കുന്നതെങ്കിൽ ഇതാണ് എന്റെ എഫ് ഓഫ് എക്സ്, ഇവിടെയാണ് എന്റെ എഫ് ഓഫ് എക്സ് നോട്ട് വരാം. സോ ക്ലിയർലി എന്താണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ടിനേക്കാൾ താഴെയാണ്. നമ്മൾ ഇതിന്റെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർലി ഇത് എന്താണ്, മുകളിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുക. സോ ഇതാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ചിട്ട് കറസ്പോണ്ടിങ് ഇമേജ് വാല്യൂ കൂടിക്കൊണ്ട് പോകണം. അതായത് എക്സ് ലെസ് ദാൻ എക്സ് നോട്ട് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കണം. ഇതാണ് ഇൻക്രീസിങ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി ഡിക്രീസിങ് ഫംഗ്ഷനോ ഇതിന് നേരെ തിരിച്ചിട്ടാണ്. എക്സ് ലെസ് ദാൻ എക്സ് നോട്ട് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഇമേജസിന്റെ ഓർഡർ എന്ന് പറയുന്നത് തിരിച്ചായിരിക്കണം. അതായത് ഞാൻ 2 പോയിന്റ് എടുക്കുന്നു, എക്സും എക്സ് നോട്ടും. എന്റെ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ എന്ന് പറയുന്നത് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എക്സ് നോട്ട്, എക്സ് നോട്ടിനേക്കാളും ചെറുതായിരിക്കണം എക്സ്. സോ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എക്സ് നോട്ടിനേക്കാളും ചെറുതാണ്. ഇനി കറസ്പോണ്ടിങ് ഇമേജസ് എഫ് ഓഫ് എക്സ് നോട്ടിനേക്കാളും വലുതാവുന്ന രീതിയിൽ നമുക്ക് വരച്ചു നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെയും എഫ് ഓഫ് എക്സ് നോട്ട് താഴെയായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്താണ്, ഇവിടെ എഫ് ഓഫ് എക്സ് വരും, ഇവിടെയാണ് ഏകദേശം എഫ് ഓഫ് എക്സ് നോട്ട് വരാം. സോ എഫ് ഓഫ് എക്സ് വലുതാണ്, എഫ് ഓഫ് എക്സ് നോട്ട് ആണ് താഴെ വരാം. സോ നമ്മൾ ഇതിനൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ വരക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? കണ്ടിന്യൂസ് ഫംഗ്ഷൻ വരക്കുന്ന സമയത്ത് നമുക്ക് ഡിക്രീസിങ് ആയിട്ട് കിട്ടും. സോ ഇതാണ് ഡിക്രീസിങ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. നെക്സ്റ്റ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ടെസ്റ്റ്. നമുക്കൊരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ എഫ് നമ്മുടെ ഫംഗ്ഷൻ ആണ്. അറ്റ് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് അറ്റ് എക്സ് നോട്ട്, ഡെറിവേറ്റീവ് അറ്റ് എക്സ് നോട്ട്, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് കണ്ടുപിടിക്കാം. ഈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് 0യേക്കാളും കൂടുതലാണെങ്കിൽ, അതായത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ലെസ് ദാൻ 0 ആണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. സോ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കാൻ വേണ്ടി നമുക്ക് ഡെറിവേറ്റീവ് യൂസ് ചെയ്യാം. ഇതിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നും പറയും. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് x raised to 5 minus x cube minus 2x square increasing or decreasing at -2? സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആണ്. ഗ്രാഫ് വരക്കാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന്. ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യാം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ x raised to 5 minus x cube minus 2x square f of x എന്ന് വിളിക്കാം. സോ f of x equal to x raised to 5 minus x cube minus 2x square. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. f dash of x equal to 5x raised to 4 minus 3x square minus 4x. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ അറ്റ് എക്സ് നോട്ടിൽ നമുക്ക് ഡെറിവേറ്റീവിന്റെ വാല്യൂ ആണ് നോക്കേണ്ടത്. സോ ഇവിടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് -2 ആണ്. സോ -2ലുള്ള ഡെറിവേറ്റീവിന്റെ വാല്യൂ. സോ ഡെറിവേറ്റീവ് നമ്മുടെ കയ്യിലുണ്ട്, ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ. സോ അതിലേക്ക് എക്സിനെ പകരം എന്ത് ഇട്ട് കൊടുത്താൽ മതി? -2 ഇട്ട് കൊടുക്കാം. -2 ഇട്ട് കൊടുക്കുന്ന സമയം നമുക്ക് കിട്ടുക 76 ആണ്. 76 പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഫംഗ്ഷൻ -2ൽ ഇൻക്രീസിങ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. സെക്കൻഡ് ഫംഗ്ഷൻ നോക്കാം. g of s equal to root of s square minus s. സോ റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് എസ് ഡെറിവേറ്റീവ് എടുക്കാം. സോ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയിൻ റൂൾ ഒക്കെ അപ്ലൈ ചെയ്താണ് ഡെറിവേറ്റീവ് എടുക്കാം. സോ ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അറ്റ് 2 ആണ്. സോ ഡെറിവേറ്റീവിൽ എക്സിന് പകരം എന്തിട്ട് കൊടുക്കാം? 2 ഇട്ട് കൊടുക്കാം. സോ നമുക്ക് കിട്ടുക 3/2 √2 ആണ്. അത് ഓൾവേസ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഡെറിവേറ്റീവ് അറ്റ് 2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഡെഫിനിഷൻ ആണ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ. സോ ഇത് ഡെഫിനിഷൻ ബൈ ഹാർട്ട് പഠിക്കുന്നതിന് പകരം വിഷ്വലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് എ പോയിന്റ് എക്സ് നോട്ട്
എ പോയിന്റ് എക്സ് നോട്ട് ഈസ് കോൾഡ് ലോക്കൽ മിനിമം പോയിന്റ്. അതായത് ഒരു പോയിന്റിനെ ലോക്കൽ മിനിമം പോയിന്റ് എന്ന് പറയാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. സോ നമ്മൾ എഗെയിൻ എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കാം. ആ പോയിന്റിൽ ലോക്കൽ മിനിമം എന്ന് പറയണമെങ്കിൽ ഇഫ് ദർ ഈസ് ആൻ ഓപ്പൺ ഇന്റർവൽ എ ബി, സോ നമ്മളൊരു ഓപ്പൺ ഇന്റർവൽ കൺസിഡർ ചെയ്യാം. നമുക്കൊരു ഓപ്പൺ ഇന്റർവൽ എ ബി കിട്ടും സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി. അതായത് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ആണ് നമുക്ക് ലോക്കൽ മിനിമം ആണെന്ന് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് അവിടെ ഒരു ഇന്റർവെൽ ഓപ്പൺ ഇന്റർവൽ എ ബി കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കണം? അതായത് ഈ ഓപ്പൺ ഇന്റർവെല്ലിലെ ഏതൊരു പോയിന്റ്, ഇവിടെ ഏതൊരു പോയിന്റ് ഞാൻ എടുത്താലും, ഏതൊരു പോയിന്റ് എക്സ് എടുത്താലും അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ടിനേക്കാളും വലുതാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എന്റെ പോയിന്റ് എന്ന് പറയുന്നത് ലോക്കൽ മിനിമ എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് എന്റെ പോയിന്റ് എക്സ് നോട്ട് ആണ്, എക്സ് നോട്ട് ഞാൻ മാർക്ക് ചെയ്തു. എന്റെ കേവ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇതാണ് എന്റെ കേവ്. ഇനി എക്സ് നോട്ടില് നമുക്കറിയാം, ക്ലിയർലി നമുക്ക് ഇമേജ് ഒന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്താണ്? കേവ് താഴ്ന്ന് വന്നിട്ട് എക്സ് നോട്ടിലാണ് ഏറ്റവും മിനിമം വാല്യൂ ഉള്ളത്. ഈ വൈ ആക്സിൽ നമുക്ക് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് വാല്യൂസ് ആണ് ഉള്ളത്. സോ ഏറ്റവും മിനിമം വാല്യൂ, ഏറ്റവും താഴ്ന്നിട്ടുള്ളത് എവിടെയാണ്? എക്സ് നോട്ടിലാണ്. ക്ലിയർലി എന്താണ്? എക്സ് നോട്ട് എന്ന് പറയുന്നത് ലോക്കൽ മിനിമം ആണ്. സോ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റണം? ഒരു ഓപ്പൺ ഇന്റർവൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റണം, എ ബി. എക്സ് നോട്ടിനെ ചുറ്റും ഒരു ഇന്റർവൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റണം, എ ബി, സച്ച് ദാറ്റ് ഞാൻ ഈ എ ബിയിലുള്ള ഏതൊരു പോയിന്റ് എടുത്താൽ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു എക്സ്. സോ ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്റെ ഇമേജ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. സോ ഇതാണ് എന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ആണ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. സോ ക്ലിയർലി എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിനേക്കാൾ താഴെയാണ്. അതാണ് നമ്മളിവിടെ പറയുന്നത്. എഫ് ഓഫ് എക്സ് നോട്ട് എഫ് ഓഫ് എക്സിനേക്കാളും താഴെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്സ് നോട്ട് എന്ന് പറയുന്നത് ലോക്കൽ മിനിമ പോയിന്റ് എന്ന് പറയും. ഇത് തിരിച്ചിട്ടാണെങ്കിൽ, അതായത് നമ്മൾ എക്സ് നോട്ടിന് ചുറ്റും ഒരു ഓപ്പൺ ഇന്റർവൽ എ ബി എടുത്തു. ഇനി ഓപ്പൺ ഇന്റർവൽ എ ബിയിലുള്ള ഏതൊരു എക്സ് എടുത്താലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ് ചെറുതെങ്കിൽ നമുക്ക് എക്സ് നോട്ട് എന്ന് പറയുന്നത് മാക്സിമം പോയിന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫിഗറിലൂടെ നോക്കാം. ഓക്കെ, ഞാൻ എക്സ് നോട്ട് മാർക്ക് ചെയ്യുന്നു. ഇതാണ് എന്റെ എക്സ് നോട്ട്. എന്റെ കേവ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. സോ ക്ലിയർലി എന്താണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും? എക്സ് നോട്ടിലാണ് നമ്മുടെ ഫംഗ്ഷന് മാക്സിമം വാല്യൂ ഉള്ളത്. സോ എനിക്ക് ഇവിടെ ഒരു ഓപ്പൺ ഇന്റർവൽ എ ബി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, സച്ച് ദാറ്റ് ഈ ഓപ്പൺ ഇന്റർവൽ എ ബിയിലുള്ള ഏതൊരു പോയിന്റ് എക്സ് എടുത്താലും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇതാണ് എന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ്. ഇനി എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇതാണ് എന്റെ എഫ് ഓഫ് എക്സ് നോട്ട്. സോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സിനേക്കാൾ മുകളിലാണ് ഉള്ളത്. അപ്പൊ എനിക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എക്സ് നോട്ട് എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമ പോയിന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഇതാണ് കൺസെപ്റ്റ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് എന്താണെന്നാണ്. സോ നമ്മൾക്ക് എക്സ് നോട്ട് എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമ ആയിട്ട് എടുക്കാം. സോ ഇവിടെ എക്സ് എന്ന് പറയുന്നത് നെയ്തർ ഇൻക്രീസിംഗ് ആണ് നോർ ഡിക്രീസിംഗ് ആണ്. അത് നമുക്കറിയാം, ഡെറിവേറ്റീവ് ടെസ്റ്റ് പ്രകാരം ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻക്രീസിംഗും ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിക്രീസിംഗും ആണ്. ഇവിടെ ഇൻക്രീസിംഗ് ആവുന്നില്ല, ഡിക്രീസിംഗ് ആവുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് എക്സ് നോട്ടിന് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡെറിവേറ്റീവ് എവിടെയാണ് 0 ആവുന്നത് ആ പോയിന്റിനാണ് നമ്മൾ എന്ത് പറയാം? ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയാം. സോ ക്രിട്ടിക്കൽ പോയിന്റ് ടെസ്റ്റ്, ഇഫ് എക്സ് നോട്ട് ഇസ് എ ലോക്കൽ മാക്സിമ ഓർ മിനിമ. എക്സ് നോട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് ലോക്കൽ മാക്സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞു, എന്താണ് ലോക്കൽ മിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ എക്സ് നോട്ട് എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ ആണെങ്കിൽ, ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എക്സ് നോട്ട് ഇസ് എ ക്രിട്ടിക്കൽ പോയിന്റ്, ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ 0. അതായത് എക്സ് നോട്ട് എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമോ ലോക്കൽ മിനിമോ ആണെങ്കിൽ അവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് ക്രിട്ടിക്കൽ പോയിന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ സപ്പോസ് ദാറ്റ് എക്സ് നോട്ട് ഇസ് എ ക്രിട്ടിക്കൽ പോയിന്റ്. നമുക്കറിയാം ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ 0 ആവുന്ന പോയിന്റ്സ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. സോ സപ്പോസ് എക്സ് നോട്ട് ഇസ് എ ക്രിട്ടിക്കൽ പോയിന്റ്. സോ നമ്മൾക്ക് ഒന്ന് വിഷ്വലൈസ് നോക്കാം. എക്സ് നോട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നു, എക്സ് നോട്ട്. നൗ
ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ചേഞ്ചസ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്, അതായത് സൈൻ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് നിയർ എക്സ് നോട്ട് ടു ദ ലെഫ്റ്റ് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. അതായത് എക്സ് നോട്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ എഫ് ഡാഷിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് നോട്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആയിരിക്കും. നമുക്കറിയാം ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഡിക്രീസിംഗ് ആണ്. സോ എക്സ് നോട്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവിടെ ഡിക്രീസിംഗ് ആയിരിക്കും. സോ ഡിക്രീസിംഗ്. നൗ എഫ് ഡാഷിന്റെ വാല്യൂ നിയർ എക്സ് നോട്ട് ടു ദ റൈറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതായത് എക്സ് നോട്ടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് വാല്യൂ ആണ്. അതായത് എഫ് ഡാഷ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അവിടെ ഇൻക്രീസിംഗ് ആണെന്ന് കിട്ടും. സോ ഇൻക്രീസിംഗ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എക്സ് നോട്ട് എന്ന് പറയുന്നത് ഒരു ലോക്കൽ മിനിമ എന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം ലെഫ്റ്റ് സൈഡിൽ ഡിക്രീസ് ചെയ്ത് വന്നു, റൈറ്റ് സൈഡിൽ ഇൻക്രീസിലേക്ക് പോകുന്നുണ്ട്. സോ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഒരു ലോക്കൽ മിനിമ പോയിന്റ് ആണ്. അതുപോലെ നമുക്ക് തിരിച്ചും ചിന്തിക്കാം. നമ്മൾക്ക് ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. സോ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ് ആണെന്ന് പറയുന്ന സമയത്ത് എക്സ് നോട്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇൻക്രീസിംഗ് ആയിരിക്കും, റൈറ്റ് സൈഡിൽ നെഗറ്റീവ് ആണ്. സോ റൈറ്റ് സൈഡിൽ ഡിക്രീസിംഗ് ആയിരിക്കും. സോ നമ്മൾ എക്സ് നോട്ട് എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമ പോയിന്റ് ആയിരിക്കും. ഇനി എഫ് ഡാഷ് സൈന് ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് ആണ്, റൈറ്റ് സൈഡിൽ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. രണ്ട് സൈഡിലും പോസിറ്റീവ് ആണ്, നമുക്ക് ആ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു, ഡെറിവേറ്റീവിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും അത് ഇൻക്രീസിംഗ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ അത് ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആയിരിക്കും. സോ ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x⁴ minus 8x³ plus 6x² minus 1. Are they local maxima or local minima points? So നമ്മൾ ആദ്യം ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x⁴ minus 8x³ plus 6x² minus 1. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ്സ് ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ വാല്യൂസ് ആണ് ഡെറിവേറ്റീവ് 0 കിട്ടുക അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3x⁴ minus 8x³ plus 6x² minus 1. സോ ഡെറിവേറ്റീവ് എടുക്കാം. ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടും? 3 കോൺസ്റ്റന്റ് ആണ്, 3 പുറത്തെടുത്തു. x⁴ ഡെറിവേറ്റീവ് 4x³. സോ നമുക്ക് കിട്ടും 3 into 4x³ that is 12x³. സെക്കൻഡ് ടേം എക്സ് കോൺസ്റ്റന്റ് ആണ്, എക്സ് പുറത്തെടുത്തു. x³ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3x². സോ 8 into 3x², 24x². 6 കോൺസ്റ്റന്റ് ആണ്, 6 പുറത്തെടുത്തു. x² ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x. 6 into 2x 12x. സോ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാ ടേംസിലും 12ന്റെ ഒരു മൾട്ടിപ്പിൾ ഉണ്ട്. സോ 12 കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. 12 into ഇനി എല്ലാ ടേംസിലും നമുക്ക് എക്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ എക്സും കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 12x into റിമൈനിങ് വരുന്നത് x² minus 2x plus 1. സോ x² minus 2x plus 1 നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? x minus 1 ഹോൾ സ്ക്വയർ എഴുതാൻ വേണ്ടി പറ്റും. സോ നമ്മുടെ എഫ് ഡാഷ് എന്ന് പറയുന്നത് ഇതാണ് 12x into x minus 1 ഹോൾ സ്ക്വയർ. ഇനി ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ ഡെറിവേറ്റീവ് 12x into x minus 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുക്കാം. സോ ഈ പ്രൊഡക്റ്റ് എപ്പോഴാണ് 0 ആവുക? ഒന്നെങ്കിൽ x ഈക്വൽ ടു 0 ആവണം, അല്ലെങ്കിൽ x ഈക്വൽ ടു 1 ആവണം. സോ നമുക്ക് എന്ത് കിട്ടും? ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് 0 ഉം 1 ആണെന്ന് കിട്ടും. ഇനി നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 12x into x minus 1 ഹോൾ സ്ക്വയർ ആണ്. സോ ഇതില് x minus 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും, കാരണം അത് സ്ക്വയർ ആണ്. സോ x minus 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഓൾവേസ് നോൺ നെഗറ്റീവ്. അവിടെ നോൺ നെഗറ്റീവ് എന്ന് പറയാൻ കാരണം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ 0ന്റെ വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല. നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 0 പോസിറ്റീവും വരാം. സോ 0ക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് x minus 1 ഹോൾ സ്ക്വയർ എന്ത് പറയാം? എപ്പോഴും നോൺ നെഗറ്റീവ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ദ ഓൺലി സൈൻ ചേഞ്ച് ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് അറ്റ് 0. സോ നമുക്ക് എന്താണ്? 0യിലാണ് നമുക്ക് ആ സൈൻ ചേഞ്ച് കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് പോകുന്നത്. സോ നമുക്ക് എന്ത് പറയാം? 0 എന്ന് പറയുന്നത് ലോക്കൽ മിനിമം പോയിന്റ് എന്ന് പറയാം. ആൻഡ് എഫ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് 1. എന്തുകൊണ്ടാണ് ഇൻക്രീസിംഗ് അറ്റ് 1 എന്ന് പറയുന്നത്? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, എപ്പോഴും ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഇൻക്രീസിംഗ് അറ്റ് 1 എന്ന് പറഞ്ഞത്. സോ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കാം, ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കാം. നമ്മൾ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്.
സപ്പോസ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എക്സ് നോട്ട് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എക്സ് നോട്ട് എന്ന് പറയുന്നത് ലോക്കൽ മിനിമം എന്ന് വരും. അതായത് നമുക്ക് ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യാം. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഡബിൾ ഡാഷിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ലോക്കൽ മിനിമം പോയിന്റ് എന്ന് പറയും. ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ അതിനെ ലോക്കൽ മാക്സിമ പോയിന്റ് എന്ന് പറയും. ഇവിടെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ് മിനിമ വരിക, ലെസ് ദാൻ 0 ആകുമ്പോഴാണ് മാക്സിമം വരിക. അത് തെറ്റാണെന്ന് ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദി ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ്, എക്സ് ക്യൂബ് മൈനസ് എക്സ്. സോ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് എക്സ്. സോ ഡെറിവേറ്റീവ് എടുക്കാം. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് 1. ഡബിൾ ഡെറിവേറ്റീവ് എടുക്കാം. ഡബിൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ വരാം? 3x സ്ക്വയർ മൈനസ് 1. അഗൈൻ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 3 into 2x which is equal to 6x. സോ ഡബിൾ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടി? 6x എന്ന് കിട്ടി. ഇനി ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന പോയിന്റ്സ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ എഫ് ഡാഷ് എന്താണ്? 3x സ്ക്വയർ മൈനസ് 1 which is equal to 0. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3x സ്ക്വയർ ഈക്വൽ ടു 1, എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/3. സോ എക്സ് ഈക്വൽ നമുക്ക് എന്ത് പറയാം? പ്ലസ് ഓർ മൈനസ് 1/√3. സോ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√3 ആണ്. ഇനി നമ്മൾ ഈ ക്രിട്ടിക്കൽ പോയിന്റ് നമ്മളുടെ മാക്സിമം മിനിമം പോയിന്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്ന എന്താണ്? നമ്മുടെ ഇക്വേഷൻ എന്താണ്? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട്, അതായത് എക്സ് നോട്ടിലുള്ള ഡബിൾ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാനാണ് പോകുന്നത്. സോ നമ്മുടെ എക്സ് നോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√3. സോ അവിടെയുള്ള എഫ് ഡബിൾ ഡെറിവേറ്റീവിന്റെ വാല്യൂ നമ്മൾ ഡബിൾ ഡെറിവേറ്റീവ് ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 6x. സോ മൈനസ് 1/√3യിലും 1/√3യിലും വാല്യൂ നോക്കാം. സോ മൈനസ് 1/√3യിലുള്ള വാല്യൂ നമുക്ക് നെഗറ്റീവ് ആണെന്ന് കിട്ടും, 1/√3യിലുള്ള വാല്യൂ നമുക്ക് പോസിറ്റീവ് ആണെന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? മൈനസ് 1/3 എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമവും 1/3 എന്ന് പറയുന്നത് ലോക്കൽ മിനിമം ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകേവിറ്റി. സോ കോൺകേവിറ്റി എന്ന് വെച്ചാൽ ഈ രണ്ട് ഫിഗർ നോക്കാം. ഫസ്റ്റ് ഫിഗറിലെ ഗ്രാഫ്, അതായത് നമ്മുടെ കേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ, ഈ ഒരു രീതിയിലാണ് മടങ്ങി നിൽക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ കോൺകേവ് അപ്വേർഡ് എന്നും സെക്കൻഡ് ഫിഗർ കോൺകേവ് ഡൗൺവേർഡ് എന്നാണ് പറയാം. സോ നമ്മുടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് കോൺകേവ് അപ്വേർഡ് അറ്റ് എക്സ് നോട്ട്, അത് എക്സ് നോട്ടില് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ കോൺകേവ് അപ്വേർഡ്. ലെസ് ദാൻ 0 നമ്മൾ എന്ത് പറയും? കോൺകേവ് ഡൗൺവേർഡ് എന്ന് പറയും. ഇനി ഡബിൾ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് മേ എയ്തർ കോൺകേവ് അപ്വേർഡ്, കോൺകേവ് ഡൗൺവേർഡ് അറ്റ് എക്സ് നോട്ട് ഓർ നെയ്തർ. ഒന്നെങ്കിൽ എന്ത് വരാം? രണ്ടും. എഫ് മേ ബി എയ്തർ കോൺകേവ് അപ്വേർഡ്, കോൺകേവ് അപ്വേർഡ് ആവാം, അല്ലെങ്കിൽ കോൺകേവ് ഡൗൺവേർഡ് ആവാം, അല്ലെങ്കിൽ രണ്ടും അല്ലാത്ത കേസും വരാം. സോ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഫൈൻഡ് ദ ഇന്റർവെൽ ഓൺ വിച്ച് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x cube minus 8x plus 12 is concave upward and on which it is concave downward. Make a rough sketch of the graph. സോ നമുക്കറിയാം കോൺകേവിറ്റി ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ കോൺകേവിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഡബിൾ ഡെറിവേറ്റീവ് വേണം. സോ ഡബിൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് എന്ത് വേണം? ക്രിട്ടിക്കൽ പോയിന്റ്സ് വേണം. സോ നമ്മൾ ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x ക്യൂബ് മൈനസ് 8x പ്ലസ് 12. സോ ഡെറിവേറ്റീവ് എടുക്കാം. സോ 3x ക്യൂബ് മൈനസ് 8x പ്ലസ് 12. ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 3 കോൺസ്റ്റന്റ് ആണ് പുറത്തെടുത്തു. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് 8xന്റെ ഡെറിവേറ്റീവ് 8. സോ നമുക്ക് എന്ത് കിട്ടും? 9x സ്ക്വയർ മൈനസ് 8. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 9x സ്ക്വയർ മൈനസ് 8. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കണം. 9 കോൺസ്റ്റന്റ് 9 പുറത്തെടുത്തു. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x മൈനസ് 8 കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 18x. സോ ഡബിൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം കോൺകേവ് അപ്വേർഡ് ആവുന്നത് എപ്പോഴാണ്? കോൺകേവ് അപ്വേർഡ് ആവുന്നത് എഫ് ഡബിൾ ഡാഷ് അറ്റ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലാണ് കോൺകേവ് അപ്വേർഡ് ആവുക. സോ നമ്മളുടെ എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ 18x ആണ്. സോ 18x
എപ്പോഴാണ് പോസിറ്റീവ് ആവുക എന്ന് നമുക്ക് നോക്കാം. സോ 18x എപ്പോഴാണ് പോസിറ്റീവ് ആവുക? എക്സ് പോസിറ്റീവ് ആണെങ്കിൽ 18x എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണ്? എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ, എക്സ് നെഗറ്റീവ് ആണെങ്കിൽ 18x നെഗറ്റീവ് ആയിരിക്കും. സോ 18x അതായത് ഡെറിവേറ്റീവ്, ഡബിൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0ക്കും നെഗറ്റീവ് ആവുന്നത് എക്സ് ലെസ് ദാൻ 0ക്കും ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എക്സ് ഗ്രേറ്റർ ദാൻ 0 കോൺകേവ് അപ്വേർഡും എക്സ് ലെസ് ദാൻ 0 കോൺകേവ് ഡൗൺവേർഡ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അത് ഡബിൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ നോക്കാം. അതിന്റെ ബേസിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? കോൺകേവ് അപ്വേർഡ് ആണോ കോൺകേവ് ഡൗൺവേർഡ് ആണോ എന്ന് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി എന്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു? ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ 9x² മൈനസ് 8. സോ ക്രിട്ടിക്കൽ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യാം. x² ഈക്വൽ ടു 8/9. സോ x² ഈക്വൽ ടു 8/9 കിട്ടും. സോ x ഈക്വൽ ടു റൂട്ട് ഓഫ് 8/9 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 8/3. സോ റൂട്ട് 8/3 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 4 into 2/3. 4 നമുക്ക് റൂട്ടിന് പുറത്തെടുക്കുന്ന സമയത്ത് 2 root 2/3. x² ഈക്വൽ ടു ആണ് നമുക്ക് 8/9 കിട്ടുക. അപ്പൊ x ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 root 2/3. സോ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 2/3 root 2. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാം? ക്രിട്ടിക്കൽ പോയിന്റ്സിലുള്ള എഫ് ഡബിൾ ഡാഷിന്റെ വാല്യൂസ് നോക്കാം. സോ എഫ് ഡബിൾ ഡാഷിന്റെ വാല്യൂസ് പ്ലസ് മൈനസ് 2/√3 ലെസ് ദാൻ 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? മൈനസ് 2/3 √2 എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് എടുക്കാം. അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് 2/3 √2. അവിടെയുള്ള ഡബിൾ ഡെറിവേറ്റീവിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അത് നമുക്ക് ലോക്കൽ മിനിമ എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ഏകദേശം ഒരു റഫ് സ്കെച്ച് വരക്കാം. ക്രിട്ടിക്കൽ പോയിന്റ്സ് നമുക്കറിയാം. മൈനസ് 2/3 √2, 2/3 √2. അതായത് ക്രിട്ടിക്കൽ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡെറിവേറ്റീവ് 0 ആണ്. ഡെറിവേറ്റീവ് 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പോയിന്റ്സുകളിൽ നമുക്കൊരു വളവ് ഉണ്ടാവും. സോ അതാണ് ഇവിടെ ഒരു വളവും ഇവിടെ ഒരു വളവ്, രണ്ട് വളവ് ഉണ്ടാവുക. സോ ഇങ്ങനെ നമ്മുടെ ഗ്രാഫ് വരാം. നെക്സ്റ്റ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. സോ ആൻ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഫോർ f is a point where f double dash changes sign. അതായത് നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് 0 ആയിരിക്കണം, എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയും. ഡബിൾ ഡെറിവേറ്റീവ് 0 ട്രിപ്പിൾ ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ടു 0 ആവുന്ന എക്സ് നോട്ടുകളെയാണ് നമ്മൾ ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയാം. നമ്മൾക്കറിയാം ഡെറിവേറ്റീവ് 0 ആവുന്ന എക്സുകളാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഡബിൾ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ്സ് ആണ് നമ്മുടെ ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² പ്ലസ് 1/x. സോ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x² പ്ലസ് 1/x. സോ ഡെറിവേറ്റീവ് എടുക്കാം. നമുക്കറിയാം ഫസ്റ്റ് ടൈം x² ആണ്. x² ഡെറിവേറ്റീവ് 2x ആണ്. പ്ലസ് 1/x ഡെറിവേറ്റീവ്, 1/x ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും? 1/x നമുക്ക് എങ്ങനെ എഴുതാം? x⁻1 എന്ന് എഴുതാം. സോ x⁻1 ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമുക്ക് x⁻n ഡെറിവേറ്റീവ് നമുക്കറിയാം n × x⁻n−1. സോ x⁻1 ഡെറിവേറ്റീവ് -1 × x⁻1 which is equal to -1/x². സോ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് -1/x². അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x മൈനസ് 1/x². സോ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമ്മളിനി സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അഗൈൻ ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി, ഇതിന്റെ ഡെറിവേറ്റീവ് അഗൈൻ കണ്ടുപിടിക്കാം. സോ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2x ആണ്. 2x ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 1/x² ആണ്. നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് 1/x² എങ്ങനെ എഴുതാം? നമുക്ക് x⁻2 എന്ന് എഴുതാം. എന്നിട്ട് x⁻n ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 പ്ലസ് 2/x³ എന്ന് കിട്ടും. സോ നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുക്കാം. സോ 2 പ്ലസ് 2/x³ ഈക്വൽ ടു 0. സോ സോൾവ് ചെയ്യുന്ന സമയം നമുക്ക് കിട്ടും 2 പ്ലസ് 2/x³ ഈക്വൽ ടു 0.
അതായത് 2/x³ ഈക്വൽ ടു -2. സോ x³ ഈക്വൽ ടു -1 നമുക്ക് കിട്ടും. സോ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക x³ ഈക്വൽ ടു -1. സോ x³ -1 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പൊ നമുക്കിപ്പോ എന്താ കിട്ടി? x ഈക്വൽ ടു -1 ആവുന്ന സമയത്ത് ഡബിൾ ഡെറിവേറ്റീവ് 0 ആണെന്ന് കിട്ടി. നമ്മൾക്ക് ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ഇൻഫ്ലക്ഷൻ പോയിന്റ് ആവണമെങ്കിൽ ട്രിപ്പിൾ ഡെറിവേറ്റീവ് 0 ആവാൻ വേണ്ടി പാടില്ല. സോ നമ്മൾ എഗെയിൻ f ഡബിൾ ഡാഷ് നമ്മുടെ കയ്യിലുണ്ട്. എഗെയിൻ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു, f ട്രിപ്പിൾ ഡാഷ് കണ്ടുപിടിക്കുന്നു. f ട്രിപ്പിൾ ഡാഷിലുള്ള -1ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. -1ന്റെ വാല്യൂ 0 അല്ല. നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? -1 എന്ന് പറയുന്നത് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമ്മൾ ഇതുവരെ പഠിച്ച ഇൻഫോർമേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ നമ്മൾക്ക് ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. നമുക്ക് പ്രധാനം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, ആ ഫംഗ്ഷൻ എവിടെയൊക്കെയാണ് ഇൻക്രീസിങ്, എവിടെയൊക്കെയാണ് ഡിക്രീസിങ് എന്ന് അറിഞ്ഞിരിക്കണം. 2, എവിടെയൊക്കെയാണ് കോൺകേവ് അപ്പ്, എവിടെയാണ് കോൺകേവ് ഡൗൺ എന്ന് അറിഞ്ഞിരിക്കണം. 3, എവിടെയൊക്കെയാണ് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാതെ എന്ന് അറിഞ്ഞിരിക്കണം. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് മെയിൻ ആയിട്ടും വേണ്ട പോയിന്റ്സ് ആണ് ഇത്. ഫസ്റ്റ് വൺ ഈസ് സിമ്മെട്രി. സോ സിമ്മെട്രി എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ f of x എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം, f of -x കണ്ടുപിടിക്കാം. സോ f of x ഈക്വൽ ടു f of -x ആണെങ്കിൽ നമ്മൾ അതിനെ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയും. ഇനി f of x ഈക്വൽ ടു -f of -x ആണെങ്കിൽ നമ്മൾ അതിനെ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. സോ ഒരു ഫംഗ്ഷൻ നമുക്ക് ഈവൻ ആണോ ഓഡ് ആണോ ചെക്ക് ചെയ്യാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? എക്സിന്റെ അടുത്തൊക്കെ -x ഇട്ട് കൊടുക്കാം. സോ f of x ഉം f of -x ഉം സെയിം ആണെങ്കിൽ നമ്മൾ അതിനെ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയും. f of x ഈക്വൽ ടു -f of -x ആണെങ്കിൽ നമ്മൾ അതിനെ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. സോ ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും നമ്മൾക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ ഉപയോഗപ്പെടുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈവൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ പ്രകാരം f of x ഉം f of -x ഉം സെയിം ആയിരിക്കും. അതായത് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് f of x നമ്മൾ x പോസിറ്റീവ് എടുക്കാം. അതായത് x പോസിറ്റീവ് ഉള്ള ഭാഗത്ത് നമ്മൾ ഫംഗ്ഷൻ വരച്ചു കഴിഞ്ഞാൽ, x പോസിറ്റീവ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ f of x ഉം f of -x ഉം സെയിം ആണ് നമുക്ക് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ. അതായത് മൈനസ് പോർഷൻ, അതായത് നെഗറ്റീവ് വാല്യൂസിന്റെ ഇമേജ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പോസിറ്റീവ് വാല്യൂ എക്സിന് എന്താണ് നമുക്ക് ഫംഗ്ഷന്റെ വാല്യൂ കിട്ടുന്നത്, അതിനായിരിക്കും നെഗറ്റീവ് വാല്യൂസിനും വരാം. സോ നമുക്കൊരു സിമ്മെട്രി വരക്കാൻ വേണ്ടി പറ്റും. നമുക്ക് പോസിറ്റീവ് വാല്യൂസ് എന്താണ് കേർവ് കിട്ടുന്നത്, അതേപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് സൈഡിലേക്ക് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഈവൻ ഫംഗ്ഷൻസ് ആണെങ്കിലുള്ള പ്രത്യേകത. ഇനി ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നതിന് പകരം നെഗറ്റീവ് f of -x എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ കേർവ് നേരെ താഴത്തേക്ക് വരച്ചാൽ മതി, ഓപ്പോസിറ്റിലേക്ക് വരച്ചാൽ മതി. സോ ഇതാണ് നമ്മൾ ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ എന്ന് അറിഞ്ഞാൽ ഗ്രാഫ് വരയ്ക്കാനുള്ള എളുപ്പം. നമ്മൾ പകുതി വരച്ചാൽ മതി ഗ്രാഫ്, ബാക്കി ഓഡ് ആണോ ഈവൻ ആണോ എന്ന് വെച്ചിട്ട് നമ്മൾ അതിനെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫംഗ്ഷൻ എവിടെയൊക്കെ ഡിഫൈൻഡ് ആണ്, എവിടെയൊക്കെ ഡിഫൈൻഡ് അല്ല നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ നോക്കുന്നത് ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ, എവിടെയൊക്കെയാണ് ലോക്കൽ മാക്സിമം അറ്റൻഡ് ചെയ്യുക, എവിടെയൊക്കെയാണ് ലോക്കൽ മിനിമം അറ്റൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എവിടെയൊക്കെയാണ് കോൺകേവ് അപ്പ് വരിക, കോൺകേവ് ഡൗൺ വരിക, ഇത്രയും കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ: ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എവിടെയൊക്കെ വരും എന്ന് ചെക്ക് ചെയ്യാം, കോൺകേവ് അപ്പ് കോൺകേവ് ഡൗൺ, സിമ്മെട്രീസ്, ഫംഗ്ഷൻസ് എവിടെയൊക്കെയാണ് ഡിഫൈൻഡ് ആവുന്നത്, എവിടെയൊക്കെയാണ് ഡിഫൈൻഡ് അല്ലാതെ ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെക്ക് ചെയ്യാം. സോ നമുക്ക് ഫംഗ്ഷൻ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള കുറച്ച് പ്രോബ്ലംസ്. ഫസ്റ്റ് പ്രോബ്ലം f of x ഈക്വൽ ടു x⁴ plus 3x² plus 12. സോ ഓഡ് ആണോ ഈവൻ ആണോ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം f of -x കണ്ടുപിടിക്കാം. സോ നമുക്കറിയാം f of x കയ്യിലുണ്ട്, f of -x എന്ന് പറയുന്നത് x ഉള്ളിടത്തൊക്കെ -x ഇട്ട് കൊടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? x⁴ പകരം -x⁴, 3x², 3 -x² plus 12, 12. സോ -x⁴ എന്ന് പറഞ്ഞാൽ x⁴ തന്നെയാണ്, -x² എന്ന് പറഞ്ഞാലും x² ആണ്. സോ നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x⁴ plus 3x² plus 12. അത് നമ്മുടെ f of x തന്നെയാണ്. സോ നമുക്ക് എന്ത് കിട്ടി?
എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. അതായത് എഫ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. സെക്കൻഡ് പ്രോബ്ലം, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ജി ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിക്കാം. എക്സിന് പകരം മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് പകരം മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ. സോ നമുക്ക് കിട്ടാം മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അതായത് ജി ഓഫ് എക്സ് അല്ല, പകരം ജി ഓഫ് എക്സിന്റെ കൂടെ ഒരു നെഗറ്റീവും കൂടി എക്സ് വരുന്നുണ്ട്, അതായത് മൈനസ് ജി ഓഫ് എക്സ്. സോ നമുക്ക് ഈ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. തേർഡ് ക്വസ്റ്റ്യൻ, എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 പ്ലസ് എക്സ്. എച്ച് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിക്കാം. എക്സിലടുത്തൊക്കെ മൈനസ് എക്സ് ഇട്ട് കൊടുക്കാം. മൈനസ് എക്സ് ബൈ 1 പ്ലസ് മൈനസ് എക്സ്, അതായത് മൈനസ് എക്സ് ബൈ 1 മൈനസ് എക്സ്. ഇത് നമുക്ക് ഓഡ് ഫംഗ്ഷനോ ഇവൻ ഫംഗ്ഷനോ പറയാൻ വേണ്ടി പറ്റില്ല, കാരണം എച്ച് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എച്ച് ഓഫ് എക്സിന് ഈക്വൽ അല്ല, അതുപോലെ തന്നെ മൈനസ് എച്ച് ഓഫ് എക്സിനും ഈക്വൽ അല്ല. സോ നമ്മുടെ തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നെയ്തർ ഇവൻ ഫംഗ്ഷൻ നോർ ഓഡ് ഫംഗ്ഷൻ ആണ്. സോ നെക്സ്റ്റ് നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫ് എക്സ് മൈനസ് 1 ബൈ എക്സ്. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണോ ഇവൻ ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എക്സിലടുത്തൊക്കെ മൈനസ് എക്സ് ഇട്ട് കൊടുക്കാം. സോ എക്സിന് പകരം മൈനസ് എക്സ് മൈനസ് 1 ബൈ മൈനസ് എക്സ്. സോ മൈനസ് മൈനസ് കൂട്ടിയിട്ട് പ്ലസ് വരും. സോ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓടാണെന്ന് കിട്ടി. സോ അവിടെ സിമ്മെട്രി ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ബൈ എക്സ്. സോ നമുക്കറിയാം എക്സ് ഈക്വൽ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ 1 ബൈ എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിഫൈൻഡ് അല്ല. 0-ൽ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. സോ നമുക്ക് 0-ൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വാല്യൂസ്, എക്സിന്റെ വാല്യൂസ് 0-യുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത്, വളരെ ചെറുതാകുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കാം. സോ എക്സിന്റെ വാല്യൂ 0-യുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് 1 ബൈ എക്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടാ പോവാം. സോ ആസ് എക്സ് ടെൻസ് ടു 0, 1 ബൈ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. എക്സിന്റെ വാല്യൂ ചെറുതാനനുസരിച്ചിട്ട് 1 ബൈ എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. സോ നമുക്ക് എക്സിന്റെ വാല്യൂ വളരെ ചെറുതാകുമ്പോഴത്തേക്ക് ഇത് എവിടത്തേക്ക് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഇത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. എക്സ് മൈനസ് നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ്. സോ എക്സ് 0-ന്റെ അടുത്തെത്തുന്ന സമയത്ത് നമ്മുടെ കേർവ് പോവുക ഇൻഫിനിറ്റിയിലേക്കായിരിക്കും, നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ എക്സ് 0-യുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഗ്രാഫ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നത്. സോ ആസ് എക്സ് ടെൻസ് ടു 0, 1 ബൈ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. സോ മൈനസ് 1 ബൈ എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. സോ എക്സ് മൈനസ് 1 ബൈ എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. സോ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ് 0-ന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് കറസ്പോണ്ടിങ് ഗ്രാഫ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതായിട്ട് കാണിക്കും. ഇനി എക്സിന്റെ വാല്യൂ നമ്മൾ വളരെ വലുതാണെന്ന് എടുക്കാം. സോ എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത്, എക്സിന്റെ വാല്യൂ വളരെ വലുതാകുന്ന സമയത്ത് 1 ബൈ എക്സ് എന്ന് പറയുന്നത് 0-യുടെ അടുത്തേക്കായിരിക്കും പോവാം. സോ എക്സ് മൈനസ് 1 ബൈ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 0-യുടെ അടുത്തേക്കാണ് പോവാം. ഈ ടേം 0-യുടെ അടുത്തേക്ക് പോകും. സോ റിമൈനിങ് വരെ ഫസ്റ്റ് ടേം ആയിരിക്കും. സോ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിലേക്കായിരിക്കും പോവാം. സോ ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, 1 ബൈ എക്സ് ടെൻസ് ടു 0 ആൻഡ് എക്സ് മൈനസ് 1 ബൈ എക്സ് ടെൻസ് ടു എക്സ്. സോ നമുക്കറിയാം y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈന് ഇതായിരിക്കും. സോ നമ്മൾ y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈന് വരക്കുന്നു. സോ എക്സിന്റെ വാല്യൂ പോസിറ്റീവ് സൈഡിൽ എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ലൈനിന്റെ ഏകദേശം അടുത്തൂടെ ആയിട്ട് പോകും. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് അപ്പം ഏകദേശം 0-യുടെ അടുത്തും ഇൻഫിനിറ്റിയുടെ അടുത്തും നമ്മുടെ ഫംഗ്ഷന്റെ ബിഹേവിയർ എന്താണ് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സോ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. സോ നമുക്കറിയാം എക്സ് സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും നമുക്ക് കിട്ടാം. സോ 1 പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അത് ഓൾവേസ് പോസിറ്റീവ്, അതായത് നമ്മളിപ്പോ നോക്കുന്നത് എക്സ് നോട്ട് ഈക്വൽ 0 ഉള്ള കേസ്, കാരണം എക്സിൽ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. സോ എക്സ് 0 അല്ലാത്ത ഏത് നമ്പറിനും
എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതായത് എഫ് ഡാഷ് എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ മാക്സിമം മിനിമം അറ്റൈൻ ചെയ്യില്ല. അപ്പൊ നമ്മൾ നേരത്തെ വെച്ച ഗ്രാഫ് തന്നെ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. ഫംഗ്ഷൻ നമുക്ക് ഇൻക്രീസിങ് ആയിട്ടാണ് പോവുക. സോ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മുടെ ഫംഗ്ഷൻ അവിടെ ഇൻക്രീസിങ് ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കോൺകേവിറ്റി ആണ്. അതായത് എഫ് ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാം. എഫ് ഡബിൾ ഡാഷ് എടുക്കുന്ന സമയത്ത് എക്സ് ക്യൂബ് ഉണ്ട്, അതുപോലെ തന്നെ മൈനസും ഉണ്ട് അവിടെ. സോ നമ്മൾ എക്സ് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു മൈനസ് ഉള്ളത് കൊണ്ട് എഫ് ഡബിൾ ഡാഷ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ കോൺകേവ് ഡൗൺവേർഡ് ആയിരിക്കും വരാം. അതായത് ഇങ്ങനെ ഒരു വളവായിരിക്കും നമുക്ക് വരാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാഫിനെ കണക്ട് ചെയ്തിട്ട് ഒരു കോൺകേവ് ഡൗൺവേർഡ്സ് കൊടുത്ത് നമുക്ക് ഏകദേശം ഗ്രാഫിന്റെ ഐഡിയ ഇത് ഇങ്ങനെ കിട്ടും. സോ നമുക്ക് ഏകദേശം ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞു. സോ നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ, എക്സിന് പോസിറ്റീവ് വാല്യൂ ഗ്രാഫ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്കറിയാം നമ്മുടെ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണ്. സോ ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. അതായത് ഇതാണ് നമ്മുടെ പോസിറ്റീവ് വാല്യൂയിലേക്കുള്ള എക്സിന്റെ ഗ്രാഫ്. സോ ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എക്സ് മൈനസ് 1/x ന്റെ ഗ്രാഫ്. സോ നെക്സ്റ്റ് മാക്സിമ ആൻഡ് മിനിമ വാല്യൂസ് ഓൺ ഇന്റർവെൽസ്. സോ ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ഇന്റർവെൽ ഐ ഓഫ് റിയൽ നമ്പേഴ്സ്. സോ നമ്മളൊരു ഇന്റർവെൽ എടുക്കാം. ഒരു ഇന്റർവെൽ എടുത്തു. ഇതാണ് നമ്മുടെ ഇന്റർവെൽ ഐ. സോ ഇഫ് എം ഈസ് എ റിയൽ നമ്പർ സച്ച് ദാറ്റ്, സോ നമ്മൾക്ക് എം ഒരു റിയൽ നമ്പർ സച്ച് ദാറ്റ് സാറ്റിസ്ഫൈങ് സം കണ്ടീഷൻസ്. സോ ഞാൻ ഇവിടെ ഒരു റിയൽ നമ്പർ മാർക്ക് ചെയ്തു എം, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. അതായത് ഐയിലുള്ള ഏതൊരു പോയിന്റ് ഞാൻ എക്സ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എമ്മിനേക്കാളും ചെറുതാണ് എന്നാണ് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് ഇൻ ഐ. ഐ എന്ന് പറയുന്ന ഇന്റർവെല്ലിലെ ഏതൊരു പോയിന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് എമ്മിനേക്കാളും താഴെയാണ്. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എം ഫോർ അറ്റ്ലീസ്റ്റ് 1 എക്സ് നോട്ട് ഇൻ ഐ. നമുക്ക് ഒരു പോയിന്റ് എക്സ് നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും സച്ച് ദാറ്റ് അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എം ആയിരിക്കും. അതായത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എം ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓൺ ഐ എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഇന്റർവെൽ ഉണ്ട് ഐ. ആ ഇന്റർവെല്ലുള്ള ഏത് വാല്യൂ എടുത്താലും അതിന്റെ ഫംഗ്ഷൻ വാല്യൂ എമ്മിനേക്കാൾ താഴെയുമാണ്. കൂടാണ്ട് ഏതോ ഒരു എക്സ് നോട്ടിന് ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ആ എം എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓൺ ഐ എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഇതേ കാര്യം നമുക്ക് തിരിച്ച് മിനിമത്തിലും പറയാം. സോ മിനിമത്തിൽ പറയുന്ന സമയം നമ്മൾ എന്താ പറയാ? എം ഈസ് എ റിയൽ നമ്പർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് ഇൻ ഐ. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇന്റർവെൽ എടുക്കുന്നു. ഐ നമ്മുടെ ഇന്റർവെൽ ഐ ആണ്. സോ ഫംഗ്ഷൻ നമ്മൾ മാർക്ക് ചെയ്യാം. സോ ദർ എക്സിസ്റ്റ് എം സച്ച് ദാറ്റ്, സോ ഒരു സ്മോൾ ലെറ്റർ എം നമ്മുടെ കയ്യിലുണ്ട്, സ്മോൾ എം നമ്മുടെ കയ്യിലുണ്ട് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് ഇൻ ഐ. അതായത് ഐയിലുള്ള ഏതൊരു പോയിന്റ് എക്സ് എടുത്താലും ഐയിലുള്ള ഏതൊരു പോയിന്റ് എക്സ് എടുത്താലും അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് എമ്മിനേക്കാളും മുകളിലായിരിക്കും. അതായത് ഇതാണ് നമ്മുടെ സ്മോൾ എം എന്ന് പറയുന്നത്. ഈ എക്സിന്റെ ഇമേജ് എന്ന് പറയുന്നത് എമ്മിനേക്കാളും മുകളിലാണെങ്കിൽ, അതായത് നമ്മൾ ഐ എന്ന് പറയുന്ന ഇന്റർവെല്ലിലെ ഏതൊരു പോയിന്റ് എടുത്താലും അതിന്റെ ഇമേജ് നമ്മുടെ എമ്മിനേക്കാളും മുകളിലാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എം അറ്റ്ലീസ്റ്റ് 1 x1 ഇൻ ഐ. അതായത് ഏതോ ഒരു വാല്യൂ എക്സ് വണ്ണിന് ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എം തന്നെയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ സെയിം കണ്ടീഷൻ ആണ്, ഇന്റർവെല്ലുള്ള ഏത് പോയിന്റ് എടുത്താലും അതിന്റെ വാല്യൂസ് ഫംഗ്ഷൻ വാല്യൂസ് എമ്മിനേക്കാളും മുകളിലും അറ്റ്ലീസ്റ്റ് ഒരെണ്ണത്തിനെങ്കിലും ഇമേജ് വാല്യൂ സ്മോൾ എം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എം ഈസ് ദ മിനിമം വാല്യൂ ഓഫ് എഫ് ഓൺ ഐ എന്ന് പറയാൻ വേണ്ടി പറ്റും.
സോ ഇതാണ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓൺ ഇന്റർവെൽസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the maximum and minimum points and values of f of x equal to 1 by 1 plus x square on the interval -2 2. സോ നമുക്ക് ആദ്യം ഈ ഒരു ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി മനസ്സിലാക്കാം. അതായത് 1 by 1 plus x square. ആകെ നമുക്ക് x ഉള്ളത് ഡിനോമിനേറ്ററിലാണ്. സോ ഡിനോമിനേറ്ററിൽ എന്താ സംഭവിക്കുക, എക്സിന്റെ വാല്യൂ വളരെ വലുതാകുന്ന സമയത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, ചെറുതായിരിക്കും. കാരണം ഡിനോമിനേറ്റർ കൂടുന്ന സമയത്ത് ഫംഗ്ഷൻ വാല്യൂ കുറയും. സോ എഫ് ഓഫ് എക്സ് ഇസ് ലാർജസ്റ്റ് വേർ ഡിനോമിനേറ്റർ സ്മോളസ്റ്റ്. ഡിനോമിനേറ്ററിന്റെ വാല്യൂ ഏറ്റവും ചെറുതാകുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും കിട്ടുക, ഫംഗ്ഷൻ വാല്യൂ മുകളിലോട്ട് പോകും, ഏറ്റവും കൂടുതലായിരിക്കും. സോ നമുക്ക് ഡിനോമിനേറ്റർ ചെറുതാകുന്ന സമയത്ത് ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ആൻഡ് വൈസ് വേഴ്സ, ഡിനോമിനേറ്റർ വലുതാകുന്ന സമയത്ത് ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കും, ചെറുതായിരിക്കും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, മാക്സിമം മിനിമം പോയിന്റ്സ് കണ്ടുപിടിക്കണം. സോ മാക്സിമം പോയിന്റ്സ് occurs therefore at x equals 0 the maximum value is 1. അതായത് നമുക്ക് നോക്കാം, ക്ലിയർലി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by 1 plus x square. നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ന്യൂമറേറ്റർ 1 ആണ്. ഫോർ എക്സാമ്പിൾ 1, 1 by 2, 1 by 3, 1 by 4, 1 by 5 എക്സെട്ര. അത് ഞാൻ ന്യൂമറേറ്ററിൽ 1 എടുത്തു, ഡിനോമിനേറ്ററിൽ 1-നേക്കാളും വലിയൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കട്ടെ, അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും കിട്ടാം. സോ എന്റെ ന്യൂമറേറ്റർ 1 ആണ്, ഡിനോമിനേറ്ററിന്റെ വാല്യൂസ് ഞാൻ 1-നേക്കാളും കൂടുതലാണ്. 1 plus x square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-നേക്കാളും കൂടുതലാണ്. സോ എനിക്ക് ഫംഗ്ഷൻ വാല്യൂ എപ്പോഴും എന്താ കിട്ടുക, 1-നേക്കാളും ചെറുതാണ് കിട്ടുക. അപ്പൊ എനിക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, എന്റെ എഫ് ഓഫ് എക്സ് എപ്പോഴും എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാൻ വേണ്ടി പറ്റും. ഏത് എക്സിനും എന്റെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും വരാം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എപ്പോഴെങ്കിലും 1 കിട്ടുമെന്നാണ് നോക്കേണ്ടത്. അറ്റ് എക്സ് ഈക്വൽ ടു 0 നമുക്ക് എന്താ സംഭവിക്കാം, എക്സ് ഈക്വൽ 0 സമയത്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. അതായത് ഫംഗ്ഷൻ വാല്യൂ എപ്പോഴും 1-നേക്കാളും ചെറുതാണ്. മാത്രമല്ല എക്സ് ഈക്വൽ ടു 0 നമുക്ക് എന്താ കിട്ടാം, ഫംഗ്ഷൻ വാല്യൂ 1 കിട്ടും. സോ നമ്മുടെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂയുടെ ഡെഫിനേഷൻ അങ്ങനെ ആയിരുന്നല്ലോ. സോ ഇവിടെ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് 1 ആണ്, എക്സ് നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ 0 ആണ്. സോ ഏത് വാല്യൂ എടുത്താലും നമ്മുടെ 1-നേക്കാളും ചെറുതുമാണ്. ഒരു പെർട്ടിക്കുലർ എക്സ് നോട്ടിന് 0ക്ക് ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, മാക്സിമം പോയിന്റ് ഒക്കേഴ്സ് therefore x equal 0 നമുക്ക് മാക്സിമം വാല്യൂ 1 കിട്ടും. സോ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്, ദാറ്റ് ഈസ് ഒബ്റ്റൈൻഡ് അറ്റ് x equal 0. ഇനി ദ മിനിമം പോയിന്റ്സ് ഒക്കേഴ്സ് അറ്റ് 2 and -2. അതെന്തുകൊണ്ടാണ് പറഞ്ഞത്, കാരണം നോക്കാം, നമുക്ക് നമ്മുടെ ഇന്റർവെൽ എന്ന് പറയുന്നത് -2 മുതൽ 2 വരെയാണ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് എക്സിന്റെ ടേം എന്ന് പറയുന്നത് എക്സ് സ്കോർ ആയിട്ടാണ് ഉള്ളത്. സോ നമ്മൾ എക്സിന് ഇപ്പൊ നെഗറ്റീവ് കൊടുത്താലും പോസിറ്റീവ് കൊടുത്താലും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, എക്സ് സ്കോർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും കിട്ടുക. സോ എക്സ് സ്കോറിന്റെ വാല്യൂ മാക്സിമം ആവുന്നത് എപ്പോഴാണ്, 2 കൊടുത്താലും -2 കൊടുത്താലും എക്സ് സ്കോറിന്റെ വാല്യൂ എന്ത് കിട്ടും, നമുക്ക് മാക്സിമം കിട്ടും. സോ എക്സ് സ്കോറിന്റെ വാല്യൂ മാക്സിമം ആവുന്നത് 2 -2 കൊടുക്കുമ്പോഴാണ്. അതായത് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, എക്സ് സ്കോറിന്റെ വാല്യൂ മാക്സിമം ആവാന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ മീനിങ് എന്താണ്, ഡിനോമിനേറ്ററിന്റെ വാല്യൂ മാക്സിമം ആയി. സോ ഡിനോമിനേറ്ററിന്റെ വാല്യൂ മാക്സിമം ആവുന്നത് 2 -2 കൊടുക്കുമ്പോഴാണ്. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഡിനോമിനേറ്റർ മാക്സിമം ആവുന്ന സമയത്ത് നമുക്ക് ഫംഗ്ഷന്റെ മിനിമം വാല്യൂ കിട്ടും. സോ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എക്സിന് 2 അല്ലെങ്കിൽ -2 കൊടുക്കുമ്പോഴാണ്. സോ 2 കൊടുക്കുന്ന നമുക്ക് എന്ത് കിട്ടും, 1/5 കിട്ടും. -2 കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും, 1/5 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഫംഗ്ഷന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1/5 എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഇത് നമ്മൾ ജസ്റ്റ് ആ ഫംഗ്ഷൻ നോക്കിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇനി കുറച്ചും കൂടി മാത്തമാറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ അറിയാം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by 1 plus x square ആണ്. സോ ഡെറിവേറ്റീവ് എടുക്കാം. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -2x by 1 plus x square whole square. ഇത് നോക്കാം, വിച്ച് ഈസ് പോസിറ്റീവ് ഫോർ എക്സ് ലെസ് ദാൻ 0. എക്സ് ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കാം, എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ട് മാറും. സോ ഈ 1 plus x square പോസിറ്റീവ് ആയിരിക്കും, 1 plus x square ഹോൾ സ്ക്വയറും പോസിറ്റീവ് ആയിരിക്കും. സോ ഡിനോമിനേറ്റർ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി ന്യൂമറേറ്ററിൽ ഒരു എക്സ് ഉണ്ട്. സോ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവും ഈ നെഗറ്റീവും ചേർന്നിട്ട്, രണ്ട് നെഗറ്റീവും ചേർന്നിട്ട് എന്തായിട്ട് മാറും, പോസിറ്റീവ് ആയിട്ട് മാറും. അതായത് എക്സ് ലെസ് ദാൻ 0 ഒക്കെ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്, നമുക്ക് ഇതേപോലെ എന്ത് പറയാൻ വേണ്ടി പറ്റും, നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും.
അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്യാം? അതായത് എന്റെ ഇന്റർവെല്ലിനെ -2 2 എന്ന് പറയുന്ന ഇന്റർവെല്ലിനെ ഞാൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു? -2 0 എന്നും 0 2 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കുള്ള കണ്ടീഷൻ എന്താണ്? എക്സ് ലെസ് ദാൻ 0 എന്ന സമയത്ത്, എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഇന്റർവെൽ വരുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്. സോ ഇവിടെ എഫ് ഡാഷ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന സമയത്ത്, എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവെല്ലിൽ എക്സ് വരുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. എഫ് ഡാഷ് നെഗറ്റീവ് ആണ്. സോ ഇവിടെ എഫ് ഡാഷ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ നമുക്കറിയാം എഫ് ഡാഷ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇൻക്രീസിംഗ് ആണ്. എഫ് ഡാഷ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്താണ്? ഡിക്രീസിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഇന്റർവെല്ലിൽ അതായത് -2 0 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ നമ്മുടെ എഫ് എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ 0 2 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസിംഗ് ആയിരിക്കും. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? നമ്മൾക്കിപ്പം കിട്ടി, അതായത് ഈ ഒരു ഇന്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആയിരിക്കും. അതായത് ആ ഒരു ഇന്റർവെല്ലിലെ പോയിന്റ് ആണ് -2 0 എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ -2 ലെസ് ദാൻ 0 ആണ്. സോ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് -2 ലെസ് ദാൻ എഫ് ഓഫ് 0 കിട്ടും. സോ ഇത് ഇൻക്രീസിംഗ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? നമ്മൾ -2നും എക്സിനും -2നും 0 കളിലുള്ള ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എഫ് ഇൻക്രീസിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് -2 ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് 0 എന്ന് കിട്ടും. എഫ് ഓഫ് -2 എന്ന് പറയുന്നത് എന്താണ്? 1/5 ആണ്. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ -2നും 0ക്കും ഇടയിലാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1/5നും 1നും ഇടയിലായിരിക്കും. ഇനി അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇന്റർവൽ നോക്കിക്കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇന്റർവൽ എടുക്കാം. എക്സിന്റെ വാല്യൂ 0ക്കും 2നും ഇടയിലാണെങ്കിൽ, സോ 0ക്കും 2നും ഇടയിലാണ് നമുക്ക് എന്താണ്? ഫംഗ്ഷൻ ഡിക്രീസിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡിക്രീസിംഗ് ആയതുകൊണ്ട് തന്നെ 0 ചെറുതാണ് 2നേക്കാളും, അതുകൊണ്ട് തന്നെ എഫ് ഓഫ് 0 വലുതായിരിക്കും ഡിക്രീസിംഗ് ആയതുകൊണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എഫ് ഓഫ് 0 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് 2 എന്ന് പറയാൻ വേണ്ടി പറ്റും. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 1ഉം എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 1/5 ആണ്. സോ രണ്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് 1/5നേക്കാളും വലുതാണ്. ഇവിടെയും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/5നേക്കാളും വലുതാണ്. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് 1നേക്കാളും ചെറുതാണ്. സെക്കൻഡ് കേസിലും എഫ് ഓഫ് എക്സ് 1നേക്കാളും ചെറുതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇനി രണ്ട് ഇന്റർവൽ ആയിട്ട് പറഞ്ഞതിന് പകരം നമുക്ക് രണ്ടിനും കൂടി ഒന്നിച്ച് പറയാം. എക്സ് എന്ന് പറയുന്നത് -2നും 2നും ഇടയിലാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/5നും 5നും ഇടയിലായിരിക്കും വരാം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഈ 1/5ഉം 1ഉം ആണ് ഇതിന്റെ മാക്സിമം മിനിമം വാല്യൂ എന്ന് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ആണ് എക്സ്ട്രീം വാല്യൂ തിയറം. സോ എക്സ്ട്രീം വാല്യൂ തിയറത്തിൽ പറയുന്നത് എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം, ക്ലോസ് ഇന്റർവൽ എ ബി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എഫ് ഹാസ് ബോത്ത് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി. സോ നമുക്ക് ഒരു ക്ലോസ് ഇന്റർവൽ എടുക്കാം, ക്ലോസ് ഇന്റർവൽ എ ബി. സോ ഈ ക്ലോസ് ഇന്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ ക്ലോസ് ഇന്റർവെൽ നമ്മുടെ ഫംഗ്ഷൻ മാക്സിമം മിനിമം വാല്യൂ അറ്റൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതാണ് എക്സ്ട്രീം വാല്യൂ തിയറം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലോസ്ഡ് ഇന്റർവൽ ടെസ്റ്റ്. സോ ക്ലോസ് ഇന്റർവൽ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ടു ഫൈൻഡ് മാക്സിമ ആൻഡ് മിനിമ ഫോർ എ ഫംഗ്ഷൻ എഫ് വിച്ച് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. സോ നമ്മൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി ആണ്, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷന്റെ മാക്സിമം മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ പോകുന്നത്. സോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് എഫ് കണ്ടുപിടിക്കാം. സോ മേക്ക് എ ലിസ്റ്റ് x1 x2 etc xn കൺസിസ്റ്റിംഗ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് എഫ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആൻഡ് എൻഡ് പോയിന്റ്സ് എ ബി. അതായത് നമ്മൾ കളക്ട് ചെയ്യേണ്ട ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ എൻഡ് പോയിന്റ്സും കൺസിഡർ ചെയ്യാം. കമ്പ്യൂട്ട് എഫ് ഓഫ് x1 എഫ് ഓഫ് x2 എക്സെട്ര എഫ് ഓഫ് xn. അതായത് എൻഡ് പോയിന്റ്സിലും ക്രിട്ടിക്കൽ പോയിന്റ്സിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ദ ലാർജസ്റ്റ് ഓഫ് എഫ് ഓഫ് xi is maximum value of f. The maximum point for f on AB is those xi for which f of xi equal to the maximum value. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ അറിയാം. സോ നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്. സോ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാം. ക്രിട്ടിക്കൽ പോയിന്റ്സിന്റെ കൂടെ തന്നെ നമ്മൾ അതിന്റെ എൻഡ് പോയിന്റ്സും പരിഗണിക്കാം.
സോ എൻഡ് പോയിന്റ്സ് എയും ബിയും അതിന്റെ കൂടി ക്രിട്ടിക്കൽ പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂസ്, ക്രിട്ടിക്കൽ പോയിന്റ്സിന്റെയും എൻഡ് പോയിന്റ്സിന്റെയും ഫംഗ്ഷൻ വാല്യൂസ് കണ്ടുപിടിക്കാം. ആ ഫംഗ്ഷൻ വാല്യൂസിൽ ഏതിനാണ് മാക്സിമം വാല്യൂ ഉള്ളത് അതാണ് നമ്മുടെ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഓൺ ദാറ്റ് ഇന്റർവൽ എന്ന് പറയുന്നത്. ആ മാക്സിമം വാല്യൂ കിട്ടുന്നത് ഏത് എക്സൈക്കാണ്, ആ എക്സൈയിലാണ് നമുക്ക് എന്ത് കിട്ടുക, മാക്സിമം വാല്യൂ കിട്ടുക. സോ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് ആ എക്സ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഏതിനാണ് മാക്സിമം വാല്യൂ കിട്ടുക, ആ എക്സ് ആണ് നമ്മുടെ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് മിനിമത്തിനും പറയാൻ വേണ്ടി പറ്റും. എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം, മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കാം, അതാണ് നമ്മുടെ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് എക്സ് നമ്മുടെ മിനിമം പോയിന്റ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം പോയിന്റ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഹോൾ റൈസ് ടു 4 ഓൺ ദ ഇന്റർവൽ -10 10. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാം. സോ ക്രിട്ടിക്കൽ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കാം. സോ ഏതൊക്കെ എക്സിനാണ് ഡെറിവേറ്റീവ് 0 ആവുന്നത് അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. സോ ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഹോൾ റൈസ് ടു 4. സോ നമുക്കറിയാം എക്സ്പ്രഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 ആണ്. സോ ആ ഒരു ഫോർമുല പറയുന്നത് നമുക്ക് കിട്ടും 4 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഹോൾ ക്യൂബ്. സോ നമ്മൾ എക്സ്പ്രഷന്റെ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ബ്രാക്കറ്റിനുള്ളിലുള്ളത് എന്താണ്, ഒരു പോളിനോമിയലാണ്. സോ എഗെയിൻ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. സോ ബ്രാക്കറ്റിനുള്ളിലുള്ളത് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12. സോ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 8xന്റെ ഡെറിവേറ്റീവ് 8. സോ ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. സോ നമ്മൾ എഫ് ഡാഷ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ ഇതാണ് നമ്മുടെ എഫ് ഡാഷ് എന്ന് പറയുന്നത്. സോ എഫ് ഡാഷ് നമ്മൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുന്നു, ഫാക്ടറൈസ് ചെയ്യുന്നു. സോ ഫാക്ടറൈസ് ചെയ്ത് എഴുതി 8 ഇൻറ്റു എക്സ് മൈനസ് 6 ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ് മൈനസ് 2 ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ് മൈനസ് 4. സോ നമുക്ക് ഇപ്പൊ ഇത് കുറച്ചും കൂടി സിമ്പിൾ ആയി, കാരണം ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കിട്ടണമെങ്കിൽ നമുക്ക് നോക്കാം, ഇത് പ്രൊഡക്റ്റ് ആണ്. 8 ഇൻറ്റു എക്സ് മൈനസ് 6 ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 4. അത് പ്രൊഡക്റ്റ് 0 ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, ഏതെങ്കിലും ഒരു വാല്യൂ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് 0 കിട്ടും. സോ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 8 ഒരിക്കലും 0 ആവില്ല, കാരണം 8 ഒരു കോൺസ്റ്റന്റ് ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എക്സ് മൈനസ് 6 ഹോൾ ക്യൂബ് ആണ്. സോ എക്സ് മൈനസ് 6 എപ്പോഴാണ് 0 ആവുക, എക്സിന്റെ വാല്യൂ 6 ആകുമ്പോഴാണ്. സോ എക്സിന്റെ വാല്യൂ 6 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഡെറിവേറ്റീവ് 0 ആണെന്ന് കിട്ടും. അതുപോലെ തന്നെ എക്സിന്റെ വാല്യൂ 4 ആവുന്ന സമയത്തും നമുക്ക് ഈ ടേം 0 ആയിട്ട് പോകും. സോ ഡെറിവേറ്റീവ് നമുക്ക് 0 ആണെന്ന് കിട്ടും. അതുപോലെ തന്നെ എക്സിന്റെ വാല്യൂ 2 ആവുന്ന സമയത്ത് നമുക്ക് ഈ ടേം 0 ആയിട്ട് പോകും. സോ ഡെറിവേറ്റീവ് നമുക്ക് 0 ആണെന്ന് കിട്ടും. സോ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് 2, 4, 6 ഇത് മൂന്നാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിച്ചു 2, 4, 6. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തും കൂടി നോക്കണം, എൻഡ് പോയിന്റ്സും കൂടി പരിഗണിക്കാം, -10ഉം 10ഉം. സോ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സും എൻഡ് പോയിന്റ്സിന് കറസ്പോണ്ടിംഗ് ഫംഗ്ഷൻ വാല്യൂസ്, അതായത് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഹോൾ റൈസ് ടു 4. എക്സിന് ഇപ്പോൾ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കാം, ആദ്യം -10 ഇട്ട് കൊടുക്കാം. സോ നമുക്ക് കിട്ടും 192 റൈസ് ടു 4. അതുപോലെ തന്നെ എഫ് ഓഫ് 2 കണ്ടുപിടിക്കാം, 4 കണ്ടുപിടിക്കാം, 6 കണ്ടുപിടിക്കാം, 10 കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് ഇപ്പം കിട്ടിയിട്ടുള്ള എഫ് ഓഫ് എക്സിന്റെ വാല്യൂസിൽ ഏതിനാണ് മാക്സിമം വാല്യൂ ഉള്ളത് നോക്കാം. സോ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 192 ഹോൾ റൈസ് ടു 4 ആണ്. സോ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം വാല്യൂ ഇതാണ്. മാക്സിമം വാല്യൂ എപ്പോഴാണ് കിട്ടിയത്, എക്സിന് -10 കൊടുക്കുമ്പോഴാണ്. സോ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് -10 ആയിരിക്കും. ഇനി മിനിമം വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഉള്ളത്, 0 ആണ് ഉള്ളത്. സോ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഓൺ ദാറ്റ് ഇന്റർവൽ എന്ന് പറയുന്നത് 0 ആണ്. മിനിമം വാല്യൂ എപ്പോഴാണ് കിട്ടിയത്, എക്സിന് 2ഉം 6ഉം കൊടുക്കുമ്പോഴാണ്. സോ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിട്ടുള്ള 2ഉം 6ഉം ആയിരിക്കും. നെക്സ്റ്റ് മീൻ വാല്യൂ തിയറം. സോ മീൻ വാല്യൂ തിയറത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. സോ ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. നമ്മുടെ ഫംഗ്ഷൻ ക്ലോസ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം, ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, സാറ്റിസ്ഫൈങ് ദിസ് ഇക്വേഷൻ. സോ ഇതാണ് മീൻ വാല്യൂ തിയറം. F is continuous on closed interval AB, differentiable on open interval AB, then there exists a point x0 in open interval AB such that
f dash of x not equal to f of b minus f of k divided by b minus a. സോ അതായത് ക്ലോസ് ഇന്റർവെൽ കണ്ടിന്യൂസും ഓപ്പൺ ഇന്റർവെൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് എ ബി എന്ന് പറയുന്ന ഇന്റർവെലിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് എക്സ് നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. Now consequences of mean value theorem. Suppose f is differentiable on open interval AB and continuous on closed interval AB. അത് നമ്മുടെ കണ്ടീഷൻസ് ഓഫ് മീൻ വാല്യൂ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. Assume there exist two numbers a and b such that a less than or equal to f dash of x less than or equal to b for all x in open interval AB. അതായത് ഓപ്പൺ ഇന്റർവൽ എ ബിയിലുള്ള ഏത് വാല്യൂ എക്സ് എടുത്താലും അതിന്റെ കറസ്പോണ്ടിങ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൗണ്ടഡ് ബൈ ടു നമ്പേഴ്സ്, അതായത് ലോവർ ബൗണ്ട് എ ആണ്, അപ്പർ ബൗണ്ട് ബി ആണ്. സോ രണ്ട് ബൗണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയിലാണെങ്കിൽ then for any two distinct points x1 and x2 in open interval, closed interval AB, a less than or equal to f of x2 minus x1 divided by x2 minus x1 less than or equal to b. അതായത് നമുക്ക് എഫ് ഡാഷ് എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയിലാണെങ്കിൽ നമുക്ക് ക്ലോസ് ഇന്റർവൽ എ ബിയിൽ രണ്ട് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും x1 x2 സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. അതായത് f of x2 minus f of x1 divided by x2 minus x1 എന്ന് പറയുന്ന വാല്യൂ എക്കും ബിക്കും ഇടയിലായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അറിയുന്ന റിസൾട്ട് ആണ് ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ 0 ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ദെൻ എഫ് ഈസ് കോൺസ്റ്റന്റ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി. അതായത് നമുക്ക് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും? ക്ലോസ് ഇന്റർവൽ എ ബിയിൽ നമ്മുടെ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഓൾറെഡി അറിയാം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെറിവേറ്റീവ് 0 ആണ്. പക്ഷെ ഇത് ചെറിയൊരു വ്യത്യാസം, ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്ലോസ് ഇന്റർവൽ എ ബിയിൽ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ബി ഫംഗ്ഷൻ സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻസ് ആണ്. എങ്ങനെ? അതിന് ഡെറിവേറ്റീവ് ഈക്വൽ ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി. അത് ഓപ്പൺ ഇന്റർവൽ എ ബിയിലുള്ള ഏത് പോയിന്റ് എടുത്താലും അവിടെ രണ്ട് ഫംഗ്ഷന് ഡെറിവേറ്റീവ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? there exists a constant c such that f of x equal to g of x plus c. അതായത് ഓപ്പൺ ഇന്റർവൽ എ ബിയിലുള്ള എല്ലാ പോയിന്റ്സിനും x belongs ഓപ്പൺ ഇന്റർവൽ എ ബി, ഓപ്പൺ ഇന്റർവൽ എ ബിയിലുള്ള എല്ലാ പോയിന്റ്സിനും എഫിന്റെ ഡെറിവേറ്റീവും ജിയുടെ ഡെറിവേറ്റീവും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും ജി എന്ന് പറയുന്ന ഫംഗ്ഷനും ഡിഫേഴ്സ് ബൈ എ കോൺസ്റ്റന്റ്. ഒരു കോൺസ്റ്റന്റ് ഡിഫറൻസ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് there exists a constant c such that f of x equal to g of x plus c for all x belongs to open interval AB. നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. Suppose that f is differentiable on whole real line and that f dash of x is the constant. അതായത് entire real ലൈനിൽ നമ്മുടെ f dash of x ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ, അതായത് f dash x ന് എന്ത് വാല്യൂ കൊടുത്തു നമുക്ക് f dash എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? f is linear എന്ന് പ്രൂവ് ചെയ്യണം. എന്താ ലീനിയർ എന്ന് പറഞ്ഞാല്, അതായത് f എന്ന് പറയുന്നത് സം mx plus c ഫോമിലുള്ള ഇക്വേഷൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ m ഉം c യും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് f എന്ന് പറയുന്നത് റിയൽ ലൈനിൽ എല്ലായിടത്തും f dash of x കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് f ലീനിയർ ആണെന്നാണ് കാണിക്കേണ്ടത്. അതായത് f ഈക്വൽ ടു mx plus c എന്നാണ് കാണിക്കേണ്ടത്. സോ അതിനാണ് നമ്മൾ ചെയ്യുന്നത് g of x എന്ന് പറയുന്നത് ലെറ്റ് g of x ഈക്വൽ ടു f of x മൈനസ് mx എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ g of x ഡെറിവേറ്റീവ് g dash of x എന്തായിരിക്കും? f dash of x മൈനസ് m ആയിരിക്കും. സോ നമ്മൾക്ക് ക്വസ്റ്റ്യൻ ഓൾറെഡി ഉണ്ട് f dash is കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എടുക്കുക f dash എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, നമ്മൾ അതിനെ m ആയിട്ട് എടുക്കാം. സോ ആ m നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? ഈ mx ഡിഫൈൻ ചെയ്യാം. സോ നമ്മൾ കൺസിഡർ ചെയ്യാം f dash of x കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾക്ക് എടുക്കാം f dash of x ഈക്വൽ ടു m ഫോർ ഓൾ x. അങ്ങനെയാണെങ്കിൽ നമ്മൾ g ഡിഫൈൻ ചെയ്യുന്നു g of x ഈക്വൽ ടു f of x മൈനസ് mx. അപ്പൊ g dash of x എന്ന് പറയുന്നത് f dash of x മൈനസ് m which is equal to നമുക്കറിയാം f of x എന്ന് പറയുന്നത് എന്താണ്? m ആണ്. സോ m മൈനസ് m 0 എന്ന് കിട്ടും. അതായത് നമുക്ക് എന്ത് കിട്ടി? g dash of x 0 എന്ന് കിട്ടി. സോ g dash of x 0 നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും? ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? g എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. സോ g എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഇനി x ഈക്വൽ 0 നമ്മൾ എടുത്തു കഴിഞ്ഞാല് g of x എന്താണ്? g of x ഈക്വൽ ടു f of 0. കാരണം എന്താണ്? g of x എന്ന് പറഞ്ഞാല് f of x മൈനസ് mx ആണ്. സോ x 0 സമയത്ത് ഇവിടെ f of 0 വരും,
ഇനി എം എക്സ് എന്തായിട്ട് മാറും? എം ഇൻറ്റു സീറോ, സെക്കൻഡ് ടേം സീറോ ആയിട്ട് പോകും. നമുക്ക് ജി ഓഫ് എക്സ് എന്ത് കിട്ടും? ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സീറോ എന്ന് കിട്ടും. സോ നമുക്ക് ഇപ്പൊ എന്തായിട്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സീറോ എന്ന് കിട്ടി. ഇനി നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താണ്? ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എം എക്സ്. നമുക്ക് അതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് എം എക്സ്. ഇനി ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ജിയുടെ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. സോ എക്സ് കൊടുത്താൽ നമുക്ക് കിട്ടിയ കോൺസ്റ്റന്റ് എന്താണ്? എഫ് ഓഫ് സീറോ ആണ്. അപ്പൊ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് സീറോ പ്ലസ് എം എക്സ്. അതായത് നമുക്ക് എന്ത് കിട്ടി? ജി കോൺസ്റ്റന്റ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചു. ജി കോൺസ്റ്റന്റ്. അപ്പൊ ജി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ജിയുടെ ഒരു വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്സിന്റെ ജി വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഫുൾ എന്റെ റിയൽ ലൈനിലും നമുക്ക് ജിയുടെ വാല്യൂ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ജി ഫിക്സ്ഡ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സ് സീറോ ടു കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ജിയുടെ വാല്യൂ കിട്ടി എഫ് ഓഫ് സീറോ. അപ്പൊ ത്രൂ ഔട്ട് എന്തായിരിക്കും? ജി എന്ന് പറയുന്നത് എഫ് ഓഫ് സീറോ ആയിരിക്കും. സോ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സീറോ ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ കിട്ടിയത്? വിച്ച് ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് എഫ് ഓഫ് സീറോ. അത് എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അതായത് എം എക്സ് പ്ലസ് സി എന്ന് കിട്ടി. അത് നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ഹോൾ റിയൽ ലൈൻ ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എം എക്സ് പ്ലസ് സി ഫോമിലായിരിക്കും. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സപ്പോസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അതായത് ഫോർ ഓൾ എക്സ്, അതായത് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് എഫ് ഓഫ് 3 ഈക്വൽ ടു 2. അപ്പൊ എഫിന്റെ ഡെറിവേറ്റീവ് നമുക്ക് തന്നിട്ടുണ്ട്. എഫിന്റെ ഒരു പെർട്ടിക്കുലർ വാല്യൂല് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എഫ് ഓഫ് 3 ഈക്വൽ ടു തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫ് ഓഫ് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കുവാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എഫ് ഓഫ് എക്സ് ഈക്വൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി എന്ന് നമ്മൾ ഓൾറെഡി തേർഡ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ജി ഡാഷ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇന്റർവെൽ എ ബി ആണെങ്കിൽ എഫും ജിയും ഡിഫേഴ്സ് ബൈ എ കോൺസ്റ്റന്റ്. സോ ആ ഒരു ഐഡിയ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു 1/2 എക്സ് സ്ക്വയർ എടുക്കാം. സോ ജി ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ജി ഡാഷ് എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x ഈക്വൽ ടു എക്സ്. ഇനി എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് കിട്ടി. അപ്പൊ നമ്മുടെ റിസൾട്ട് പ്രകാരം നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതുവരെ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി. ഇത് സി ഈക്വൽ ടു ജി ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ജി ഓഫ് എക്സ് 1/2 എക്സ് സ്ക്വയർ. സോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 1/2 എക്സ് സ്ക്വയർ പ്ലസ് സി. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു പോയിന്റ് ആണ്. അതായത് എഫ് ഓഫ് 3 ഈക്വൽ ടു നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് പകരം നമുക്ക് 3 ഇട്ട് കൊടുക്കാം. സോ എഫ് ഓഫ് 3 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 1/2 എക്സ് സ്ക്വയർ പ്ലസ് സി ആണ്. എക്സിന് പകരം 3 ഇട്ട് കൊടുക്കാം. 1/2 3 സ്ക്വയർ പ്ലസ് സി വിച്ച് ഇസ് ഈക്വൽ ടു 1/2 9 പ്ലസ് സി വിച്ച് ഇസ് ഈക്വൽ ടു 9/2 പ്ലസ് സി. ഇനി എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടും? 2 ഈക്വൽ ടു 9/2 പ്ലസ് സി എന്ന് കിട്ടും. ഇനി നമുക്ക് അത് സിംപ്ലിഫൈ ചെയ്യാം. 2 ഈക്വൽ ടു 9/2 പ്ലസ് സി. അപ്പൊ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 മൈനസ് 9/2. ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടും -5/2. സോ സിയുടെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/2 എക്സ് സ്ക്വയർ പ്ലസ് സി. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1/2 എക്സ് സ്ക്വയർ പ്ലസ് സിക്ക് പകരം -5/2 which is equal to 1/2 x square minus 5/2. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ എന്താ ചെയ്തത്? ഡെറിവേറ്റീവ് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് റോൾസ് തിയറം. റോൾസ് തിയറം നമ്മുടെ സെയിം കണ്ടീഷൻസ് ആണ്. എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബി, ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബി, assume that f of a equal to f of b equal to 0. So f of a equal to f of b equal to 0 ആണെങ്കിൽ
കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ബിയും ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബിയും ആണെങ്കിൽ നമുക്ക് എ ബി എന്ന ഇന്റർവെലിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എക്സ് നോട്ട് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇന്റർവൽ എന്ന് പറയുന്നത്, ക്ലോസ് ഇന്റർവൽ എ ബി. ഇതാണ് നമ്മുടെ ഇന്റർവൽ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. ഇനി ഇതാണ് നമ്മുടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എയും ഇത് തന്നെയാണ്. സോ എഫ് ഓഫ് എ എന്താണ്? ഇവിടെ എഫ് ഓഫ് എ എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ എഫ് ഓഫ് ബി എന്താണ്? എഫ് ഓഫ് ബി 0 ആണ്. സോ നമുക്ക് റോൾസ് ഒക്കെ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും ഇവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞു? സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. അതായത് ഇതാണ് നമ്മുടെ എ കോമ എഫ് ഓഫ് എ, ഇതാണ് ബി കോമ എഫ് ഓഫ് ബി. കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? നമുക്ക് ഫംഗ്ഷൻ ഇങ്ങനെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഫംഗ്ഷൻ താഴത്തേക്ക് വരണം. അപ്പൊ അറ്റ് സം പോയിന്റ് നമുക്ക് എന്തുണ്ടാവും? ഒരു ബെൻഡിങ് ഉണ്ടാവും. അതായത് നമ്മുടെ ഈ ഡെറിവേറ്റീവ് 0 ആവുന്ന വെച്ചാൽ ആ ഒരു പോയിന്റ് എന്തുണ്ടാവും? ഒരു ബെൻഡിങ് ഉണ്ടാവും. സോ എന്തായാലും നമുക്ക് ഈ ഫംഗ്ഷൻ മുകളിലോട്ട് പോയിട്ട് താഴത്തേക്ക് വരണം. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ബെൻഡിങ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു പോയിന്റ് നമ്മൾ എക്സ് നോട്ട് ആയിട്ട് എടുക്കുന്നത്. അതായത് ആ പോയിന്റ് എന്താണ്? ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ആ ഒരു പോയിന്റ് അവിടെ ഒരു ബെൻഡിങ് വരും, നമുക്ക് കേർവിൽ ഒരു ബെൻഡ് വരും. സോ ഇതാണ് റോൾസ് തിയറം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൽ ഹോപ്പിറ്റൽസ് റൂൾ. ഹോപ്പിറ്റൽസ് റൂൾ നമ്മൾ പറയുന്നത് ലെറ്റ് എഫ് ആൻഡ് ജി ബി ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവൽ കണ്ടെയ്നിങ് എക്സ് നോട്ട്. സോ എക്സ് നോട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ ഇന്റർവെലിൽ എഫ് ജി എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. അസ്യൂം ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ആൻഡ് ഇഫ് ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, then limit x tends to x naught f of x by g of x equal to f dash of x naught divided by g dash of x naught. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന ചെയ്ത് നോക്കാം. ലിമിറ്റ് x tends to x naught f of x divided by g of x equal to നമുക്ക് എന്താ വരാ? ലിമിറ്റ് x tends to x naught f of x divided by ലിമിറ്റ് x tends to x naught g of x is equal to f of x naught by g of x naught വരെ നമുക്ക്. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. എന്താണ്? f of x naught equal to g of x naught equal to 0. അതായത് ന്യൂമറേറ്ററും 0 ആണ്, ഡിനോമിനേറ്റർ എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് ഇതെന്താ കിട്ടി? ശരിക്കും പറയുന്നത് ഒരു 0/0 ഫോമിൽ കിട്ടും. സോ അതാണ് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 0/0 ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? ഇത് കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? എഫ് ഡാഷ് കണ്ടുപിടിക്കാം, ജി ഡാഷ് കണ്ടുപിടിക്കാം, രണ്ടിന്റെയും എക്സ് നോട്ടിലുള്ള വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 0/0 ഫോമിലാണെങ്കിൽ നമുക്ക് ആ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. പകരം എന്ത് കണ്ടുപിടിച്ചാൽ മതി? എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് കണ്ടുപിടിച്ചാൽ മതി. ഈ രണ്ട് വാല്യൂസും സെയിം ആയിരിക്കും. ഇതാണ് എൽ ഹോപ്പിറ്റൽസ് റൂളിൽ പറയുന്നത്. നമ്മളൊരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 cos x minus 1 divided by sin x which is equal to നമുക്കറിയാം എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? cos 0 എന്തായിട്ട് മാറും? cos 0 എന്ന് പറയുന്നത് 1 ആണ്. സോ 1 minus 1 divided by sin 0 എന്ന് പറയുന്നത് 0 equal to 0/0. ഇതെന്ത് ആണ്? 0/0 ഫോം ആണ്. സോ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? ഹോപ്പിറ്റൽസ് റൂൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഹോപ്പിറ്റൽസ് റൂൾ എന്താണ് പറയുന്നത്? which is equal to f dash of x naught divided by g dash of x naught ആണ്. നമ്മുടെ x naught എന്താണ്? x naught എന്ന് പറയുന്നത് 0 ആണ്. ഇനി f of x എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആണ്. അതായത് ലിമിറ്റ് x tends to x naught f of x by g of x. f of x എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആണ്. സോ ഇവിടെ f of x എന്ന് പറയുന്നത് എന്താണ്? cos x minus 1. g of x എന്ന് പറയുന്നത് sin x. ഇനി f dash of x എന്താണ്? cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. g dash of x എന്താണ്? sin x ന്റെ ഡെറിവേറ്റീവ് cos x. സോ നമ്മൾ f dash കണ്ടുപിടിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ g dash കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അറ്റ് x നോട്ടിലുള്ള വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായത് which is equal to f dash of x എന്ന് പറയുന്നത് മൈനസ് sin x ആണ്. 0ലുള്ള വാല്യൂ എന്താ വരാ? മൈനസ് sin 0 divided by g dash എന്ന് പറയുന്നത് cos x ആണ്. 0ലുള്ള വാല്യൂ എന്താ വരാ? cos 0 equal to sin 0 എന്ന് പറയുന്നത് 0 ആണ്, ഡിവൈഡ് ബൈ cos 0 1 ആണ്. സോ 0 കിട്ടുന്നു. അതായത് നമുക്ക് തന്നിരിക്കുന്ന ലിമിറ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 0/0 ഫോം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? f dash of x not divided by g dash of x not ചെയ്താൽ മതി. ഇതാണ് എൽ ഹോപ്പിറ്റൽസ് റൂൾ പറയുന്നത്. എൽ ഹോപ്പിറ്റൽസ് നമ്മൾ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത്
സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0/0 ഫോമോ ഇൻഫിനിറ്റി ഫോമോ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് എടുക്കും, ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് എടുക്കും, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇനി f and g be differentiable on open interval containing x0 except perhaps at x0. ഇനി assume g of x not equal to 0 and g dash of x not equal to 0 for any x in open interval about x0 and x not equal to x0. f and g are continuous and f of x not equal to g of x0. അതിവിടെ f of x not equal to g of x0 എന്ന് പറയുന്ന മീനിങ് എന്താണ്? ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 0/0 ഫോം വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ലിമിറ്റ് x ടെൻസ് ടു x0 f of x by g of x equal to f dash of x not by g dash of x0. അതായത് ശരിക്കും ഇതെന്താണ് നമ്മൾ ചെയ്തത്? f dash of x കണ്ടുപിടിക്കുന്നു, g dash of x കണ്ടുപിടിക്കുന്നു, എന്നിട്ട് നമ്മൾ x-ന് പകരം x0 ഇട്ട് കൊടുക്കുന്നു. അതായത് x-ന് പകരം x0 ഇടാന്ന് പറയുമ്പോഴത്തേക്ക് ലിമിറ്റ് x ടെൻസ് ടു x0. ഈ വാല്യൂ ആയിരിക്കും എന്ത്? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും. സോ നമുക്ക് ഈ വാല്യൂ L എടുത്തു കഴിഞ്ഞാല് ഇതും എന്തായിരിക്കും? ഇതും L ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് ലിമിറ്റ് x ടെൻസ് ടു x0 f dash of x0 by g dash of x0. സോറി, f dash of x divided by g dash of x. അതായത് എക്സിന് പകരം x0 കൊടുത്താൽ നമുക്ക് ഓൾറെഡി ഇവിടെ എന്ത് കിട്ടും? f dash of x0 divided by g dash of x0 കിട്ടും. സോ ആ വാല്യൂ L ആണെങ്കിൽ നമ്മുടെ ലിമിറ്റിന്റെ വാല്യൂ L ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ. നമുക്ക് ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് 0/0 ഫോം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് എടുക്കുക, ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് എടുക്കുക, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതാണ് ഇവിടെ പറയുന്നത്. സോ ഇതാണ് എൽ ഓപ്പിറ്റൽസ് റൂൾ. ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ലിമിറ്റ് x ടെൻസ് ടു 0. സോ x ടെൻസ് 0 എന്ന് പറയുമ്പോൾ x0 എന്ന് പറയുന്നത് എന്താണ്? x0 ഈക്വൽ ടു 0 cos x minus 1 ഡിവൈഡ് ബൈ x സ്ക്വയർ. നമുക്ക് ജസ്റ്റ് ലിമിറ്റ് കൊടുത്ത് നോക്കാം. ലിമിറ്റ് കൊടുത്താൽ നമുക്ക് എന്താ സംഭവിക്കാം? x-ന് 0 എന്ന സമയത്ത് നമ്മുടെ cos x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. 1 minus 1 ഡിവൈഡ് ബൈ x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 സ്ക്വയർ 0. സോ 0/0. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്ത സമയത്ത് നമുക്ക് എന്താ കിട്ടുക? 0/0 ഫോം കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് എടുക്കുന്നു, ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് എടുക്കാം. സോ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് cos x minus 1. അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x ഡെറിവേറ്റീവ് മൈനസ് sin x. മൈനസ് 1 ഡെറിവേറ്റീവ് 0. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിൽ വരാം മൈനസ് sin x കിട്ടും. അതുപോലെ തന്നെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്? x സ്ക്വയർ. ഡെറിവേറ്റീവ് എടുക്കാം 2x. സോ നമ്മൾക്ക് എന്ത് കിട്ടി? ലിമിറ്റ് നമുക്ക് 0/0 ഫോം വരുന്നുണ്ട്. അത് നമ്മൾ എന്ത് എടുത്തു? ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുത്തു, ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് എടുത്തു. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടാം? x ടെൻസ് ടു 0 ആണ്. സോ മൈനസ് sin 0/2 into 0 ഈക്വൽ ടു നമുക്ക് എഗെയിൻ നമുക്ക് എന്താ കിട്ടാം? 0/0 ഫോം വരും. സോ എഗെയിൻ നമ്മുടെ പ്രോസസ് നമ്മുടെ ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് പിന്നെയും 0/0 ഫോം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കൂടി ആ പ്രോസസ് റിപ്പീറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഇപ്പൊ കയ്യിലുള്ള ഫംഗ്ഷൻ എന്താണ്? നമുക്ക് ആദ്യം ഉണ്ടായത് ഇതായിരുന്നു, ലിമിറ്റ് x ടെൻസ് ടു 0 cos x minus 1 ഡിവൈഡ് ബൈ x സ്ക്വയർ. നമ്മൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടാം മൈനസ് sin x by 2x. എഗെയിൻ നമുക്ക് എന്താണ് കിട്ടുന്നത്? 0/0 ഫോം ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എഗെയിൻ ഇവിടെയും ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഡെറിവേറ്റീവ് എടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നമ്മൾ ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് വേറെ, ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് വേറെ, ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അല്ലാണ്ട് ത്രൂ ഔട്ട് നമ്മൾ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് പോർഷൻ റൂൾ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് തെറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. സോ സെപ്പറേറ്റ് ഡെറിവേറ്റീവ് എടുക്കാം. ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് sin x ആണ്. sin x ന്റെ ഡെറിവേറ്റീവ് cos x. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് cos x. 2x ന്റെ ഡെറിവേറ്റീവ് 2. ഇത് നമുക്ക് ലിമിറ്റ് കൊടുത്തു നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0. സോ വിച്ച് ഇസ് ഈക്വൽ ടു cos 0 മൈനസ് cos 0 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു cos 0 എന്ന് പറയുന്നത് 1 ആണ്. മൈനസ് 1/2. നമുക്ക് ലിമിറ്റ് മൈനസ് 1/2 എന്ന് കിട്ടും. അതായത് നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാം. ലിമിറ്റ് x ടെൻസ് ടു 0 cos x മൈനസ് 1 ഡിവൈഡ് ബൈ x സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 1/2. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലോപ്പിറ്റൽസ് അപ്ലൈ ചെയ്യാം. വീണ്ടും നമുക്ക് 0/0 ഫോം കിട്ടുകയാണെങ്കിൽ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം. ഒരു ഫൈനൽ വാല്യൂ കിട്ടുന്നവരെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം. വീണ്ടും നമ്മൾ ലോപ്പിറ്റൽസ് ആണ് കുറച്ചും കൂടി ജനറലൈസ് ചെയ്ത് പഠിക്കാൻ പോവാണ്. ടു ഫൈൻഡ്
limit x tends to x naught f of x by g of x, where limit x tends to x naught f of x and limit x tends to x naught g of x are both 0 or both infinite. അതിന് നമ്മൾ ഇത്ര പറഞ്ഞ എന്താണ് 0/0 ഫോം വന്നാൽ നമ്മൾക്ക് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. 0/0 ഫോമിന് മാത്രമല്ല ഇനി പറയുന്നത് ഇൻഫിനിറ്റി ഫോം ആണെങ്കിലും ബോത്ത് ഇൻഫിനിറ്റ് ആണെങ്കിലും differentiate the numerator and denominator and take the limit of the new fraction. Repeat the process as many times as necessary, checking each time that L'Hopital's rule applies. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് 0/0 ഫോം അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോം കിട്ടുകയാണ് നമ്മൾ എന്ത് ചെയ്യും ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഈ പ്രോസസ് നമ്മൾ ഏതൊരു കണ്ടിന്യൂ ചെയ്യും നമുക്ക് ഇങ്ങനെ ഒരു 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോം അല്ല നമുക്ക് ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നത് വരെ നമുക്ക് ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് L'Hopital's റൂൾ. നെക്സ്റ്റ് പ്രോബ്ലം ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി log x by x raised to p and p greater than 0. സോ നമുക്ക് ഇവിടെ ജസ്റ്റ് അപ്പ് ചെയ്ത് കൊടുക്കാം ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. അതായത് നമുക്ക് ലിമിറ്റ് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ലോഗ് ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി റേസ് ടു പി. നമുക്ക് ഇൻഫിനിറ്റി ഫോം ആണ് കിട്ടുക. സോ ഇൻഫിനിറ്റി ഫോം ആയത് നമ്മൾ എന്ത് ചെയ്യും L'Hopital's റൂൾ അപ്ലൈ ചെയ്യാം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ log x ആണ്. log x ന്റെ ഡെറിവേറ്റീവ് എന്താണ് 1/x ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എന്താണ് x raised to n ഫോമിലാണ്. സോ n into x raised to n minus 1 n എന്ന് പകരം p ആണ്. ഈക്വൽ ടു നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x into 1/p x raised to p minus 1 എന്ന് എഴുതാം. which is equal to ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/p നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ബാക്കി എന്താണുള്ളത് ഒരു 1/x ഉണ്ട് ഇവിടെ x raised to p minus 1 ഉണ്ട്. സോ x into x raised to p minus 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും x raised to p കിട്ടും. സോ ലിമിറ്റ് n tends to infinity ലിമിറ്റ് x tends to infinity 1/p x raised to p. ഇനി നമുക്ക് ഇൻഫിനിറ്റി കൊടുത്ത് നോക്കാം. സോ x tends to infinity x ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഡിനോമിനേറ്റർ എന്താവും ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റി നമുക്ക് എന്ത് കിട്ടും 1/infinity എന്നാണ് കിട്ടുക. സോ എന്താണ് 1/infinity എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് ലിമിറ്റ് 0 ആണെന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ലോഗ് എക്സ്. നമ്മളിവിടെ ഇതിനൊന്ന് മാറ്റി എഴുതും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എക്സ് ബൈ 1/x എന്ന് എഴുതാമല്ലോ. കാരണം ന്യൂമറേറ്ററിൽ എക്സ് നമ്മൾ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരുന്ന സമയത്ത് 1/x ആയിട്ട് മാറും. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ലോഗ് 0 ബൈ 1/0 നമുക്ക് എന്ത് കിട്ടും ഇൻഫിനിറ്റി ഫോം കിട്ടും. ലോഗ് 0 ഇൻഫിനിറ്റി ആണ് 1/0 ഇൻഫിനിറ്റി ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഇങ്ങനെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റൂല. അത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ന്യൂമറേറ്റർ ലോഗ് എക്സ് ആണ്. ലോഗ് എക്സ് ഡെറിവേറ്റീവ് 1/x ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് മൈനസ് 1/x². നമുക്ക് ഇത് എന്ത് വരും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x ഇൻറ്റു നമ്മൾ മൈനസ് 1/x² കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി മൈനസ് 1/x² റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് മൈനസ് x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഒരു എക്സും ഒരു എക്സും ക്യാൻസൽ ആയിട്ട് പോകും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എക്സ് എന്ന് കിട്ടും. സോ എക്സിന് 0 കൊടുക്കാം. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും 0 കിട്ടും. സോ ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് x tends to 0 1/x sin x minus 1/x². അപ്പൊ നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് ആരെങ്കിലും ലിമിറ്റ് അപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എന്താ വരാ 1/x sin x. ഓക്കെ ഇനി 0 കൊടുത്താൽ നമുക്ക് എന്താ ഇത് വരാം 1/0 എന്ന് വരും ഇൻഫിനിറ്റി എന്ന് വരും. അത് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇൻഫിനിറ്റി എന്ന് കിട്ടും. സെക്കൻഡ് ടൈം 1/x² ആണ്. x 0 കൊടുത്താൽ നമുക്ക് ഇത് എന്ത് കിട്ടും 1/0 ഇൻഫിനിറ്റി എന്ന് കിട്ടും. അപ്പൊ ഇത് ഇൻഫിനിറ്റി എന്നുള്ള ഫോർമുല കിട്ടിയത്. അത് നമുക്ക് എന്താ കിട്ടിയത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമിലാണ് കിട്ടിയത്. ഈ കേസിൽ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും L'Hopital's റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമിലാണ് ഉള്ളത്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫംഗ്ഷൻ 1/x sin x മൈനസ് 1/x സ്ക്വയർ. സോ ഡെറിവേറ്റീവ് എടുക്കാം. സോ എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കാം, നമുക്ക് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് അങ്ങനെ സെപ്പറേറ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഡെറിവേറ്റീവ് എടുത്തു, എഗെയിൻ നമുക്ക് കിട്ടും 0/0 ഫോം ആണ്. എഗെയിൻ നമ്മൾ ലോപ്പിറ്റൽസ് അപ്ലൈ ചെയ്യുന്നു, എഗെയിൻ 0/0 ഫോം, എഗെയിൻ ലോപ്പിറ്റൽസ് അപ്ലൈ ചെയ്യുന്നു, 0/0 ഫോം, എഗെയിൻ ലോപ്പിറ്റൽസ് അപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് ഇവിടെ കിട്ടിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് cos x ഡിവൈഡ് ബൈ 6 cos x മൈനസ് 6x sin x മൈനസ് x സ്ക്വയർ cos x ആണ്. സോ ആസ് x ടെൻസ് 0 ആണ് നമുക്ക്. അപ്പൊ x ന് എന്ത് ഇട്ട് കൊടുക്കാം, 0 ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് വരും, ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ന്യൂമറേറ്റർ cos x ആണ്. സോ cos 0 എന്ന് പറയുന്നത് 1 ബൈ ഡിനോമിനേറ്റർ ഫസ്റ്റ് ടേം എന്താണ്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 6 cos x. സോ x ന് 0 കൊടുക്കുന്ന സമയത്ത് cos 0 നമുക്ക് എന്നിട്ട് 1 കിട്ടും. സോ 6 into 1 6 മൈനസ് സെക്കൻഡ് ടേം നോക്കാം 6 into x into sin x. x 0 കൊടുത്ത് നമുക്ക് എന്ത് വരും, 6 into x into അതായത് 6 into 0 into sin 0 കിട്ടും മൈനസ് തേർഡ് ടേം നമുക്ക് എന്താണ് x സ്ക്വയർ into cos x. x 0 കൊടുത്ത സമയത്ത് 0 സ്ക്വയർ into cos x cos 0 നമുക്ക് എഗെയിൻ നമുക്ക് 0 കിട്ടും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/6. അപ്പൊ നോക്കാം ഇവിടെ നമുക്ക് രണ്ടിലധികം തവണ ലോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്ത് വന്ന് നമുക്ക് ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഇതാ ചെയ്യാം, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമോ 0/0 ഫോം ആണെങ്കിൽ നമ്മൾ ലോപ്പിറ്റൽസ് റൂൾ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നത് വരെ. നെക്സ്റ്റ് കോഷി മീൻ വാല്യൂ തിയറം. സോ കോഷി മീൻ വാല്യൂ തിയറം പറയുന്നത് സപ്പോസ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. അതായത് നമ്മൾ മീൻ വാല്യൂ തിയറത്തിൽ തന്നെ നമ്മൾ മീൻ വാല്യൂ തിയറത്തിൽ എന്താ പറയുന്നത്, എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. സോ അവിടെ നമ്മൾ ഒരു ഫംഗ്ഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് എടുക്കും, എഫും ജിയും. കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആൻഡ് ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു ജി ഓഫ് ബി. ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു ജി ഓഫ് ബി പറയാൻ കാരണം ജി ഓഫ് എ ഈക്വൽ ടു ജി ഓഫ് ബി ആണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷന്റെ ഡിനോമിനേറ്റർ 0 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഒരു കണ്ടീഷൻ കൂടി എടുത്ത് പറയുന്നത് ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു ജി ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്ട്രാ കണ്ടീഷൻ കൂടി, ജി ഡാഷ് ഡസ് നോട്ട് വാനിഷ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ജി ഡാഷ് എന്താവില്ല, വാനിഷ് ആവില്ല. അത് നമ്മൾ പറയാൻ കാരണം നമ്മൾ ഈ ഒരു ഇക്വേഷൻ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഡിവൈഡ് ബൈ ജി ഡാഷ് ഓഫ് സി. ഇനി ജി ഡാഷ് വാനിഷ് ചെയ്യുന്ന പറഞ്ഞാൽ മീനിങ് എന്താണ്, ജി ഡാഷ് എന്ന് പറഞ്ഞാൽ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം വരും, ഡിനോമിനേറ്ററിൽ 0 വരും. അപ്പൊ നമ്മൾ ആ ഒരു കണ്ടീഷൻ കൂടി എക്സ്ട്രാ എടുക്കും. ജി ഡാഷ് എന്ന് പറയുന്നത് ഡസ് നോട്ട് വാനിഷ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി കൂടി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഈ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ നമുക്ക് ഒരു പോയിന്റ് സി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സച്ച് ദാറ്റ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഡിവൈഡ് ബൈ ജി ഡാഷ് ഓഫ് സി. ഇതാണ് നമ്മുടെ കോഷി മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ കണ്ടിന്യൂറ്റി സെക്ഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു.